നീ നേരത്തെ എത്തിയാ? അല്ലെങ്കിൽ നമ്മ കറക്റ്റ് ടൈമാണ്. കൊച്ചുങ്ങളുടെ അടുത്തായിട്ടിരിക്കുന്നു. വിളിച്ചാൽ മതി കേട്ടാ. എന്തിനാണ് നീട്ടിപ്പരത്തി വിളിക്കണത്? കൊച്ചുങ്ങളുടെ അടുത്തായിട്ട് വന്നേ. പ്രേമപ്പനി എന്നാ നമുക്കൊരു കുത്തിരിക്കാം. ഒരു കുത്തിരിക്കാം. ഇതിലേ പോ. നീ പഠിച്ചു പോകണ്ട, എല്ലാവരും കുത്തിയിട്ട് മതിയാ. പണ്ടാരോട് ഞാൻ ഈ കാലം ചത്ത വീട്ടിലെ പാട്ടാണല്ലോ പാടുന്നത്. ഒന്നും മുണ്ടാണ്ടിട്ടുണ്ട് ചൗര ചേട്ടാ. അവൻ പാടട്ടെ. ആ ചെക്കിന് പാടാനുള്ള ഒരു അവസരം കൂടി. ഒരു ചായ. ഇവന്റെ മരണം മിക്കവാറും എന്റെ കൈ കൊണ്ടായിരിക്കും കേട്ടാ. അവിടെ നിക്കണോ? താൻ എങ്ങാനാണ് ഈ പാഞ്ചി പിടിച്ച് പോണത്? ഈ അന്തിക്കരിപ്പിലായ നേരത്തെ വായി നോക്കി നിൽക്കാതെ പണ്ടാരോടുങ്ങ വീട്ടിൽ പോടെ ചൗര്യ. ഒന്ന് പോടാപ്പനെ, ഞങ്ങൾ ചെറുപ്പക്കാരാണ്. അല്ല കുറെ ആളാല കണ്ടിട്ട് താനത് എവിടെ പോയി കിടക്കണായിരുന്നു? നിന്നോട് വർത്താനിക്കാൻ എനിക്ക് നേരമില്ല. എനിക്ക് വീട്ടിൽ പോകണം. ഇടയ്ക്ക് വീട്ടിൽ കയറുന്നത് നല്ലതാണ്. അല്ലെങ്കിലേ കണ്ട അരിയന്മാരുടെ കൊച്ചുക തന്നെ അപ്പപ്പാന്ന് വിളിക്കും. ഞാൻ പറഞ്ഞില്ലെന്ന് ചോദിക്കണ. കടപ്പുറ മുഴുവൻ പാട്ടാണ്. നിന്റെ നോക്കേ വയറ്റിലുണ്ടെന്നാണ് നാട്ടുകാർ പറയണത്. അതെങ്ങനെയാണ്? കാരണം വരെ കണ്ടല്ലേ പിള്ളേര് പഠിക്കണം അല്ലേ? എന്ത് പറഞ്ഞാലും ഒരു ചിരി. ഇറങ്ങി പോകുമ്പോ പറഞ്ഞിട്ട് പട്ടാലെടുക്കാൻ പാടില്ലേ? അതിനിപ്പോ ഞാൻ വന്നല്ല പെണ്ണമ്മേ. വന്നല്ല പെണ്ണമ്മേ. കുടുംബത്തിന് കാരണവരാണ്. പറഞ്ഞിട്ട് എന്താ കാര്യം? പിള്ളവരെ അറിയിട്ടില്ല. കണ്ണു തെറ്റിയാ പോകും. നിങ്ങ ആക്കട മറ്റോടത്തോട്ടാണ് ഈ പോണേന്നാവും. ഈ കരിപ്പിളായ നേരത്തെ നീ മനസ്സിൽ തോന്നിയ തോന്നിയാസങ്ങളൊന്നും വിളിച്ച് പറയല്ലേ പെണ്ണമ്മേ. അയ്യടാ മുഖം തരാണ്ട് പോയിക്കോ. കൊള്ള ലക്ഷണം. നീ വർത്താനം പറയാൻ നിൽക്കാതെ അകത്ത് പോയി താറാവിന് ശരിയാക്കാത്ത. അമ്മച്ചി അമ്മച്ചി ഇങ്ങാട് വന്നേ. ഇങ്ങാട് വരാൻ അമ്മച്ചി ഇത് മുണ്ടാണ്ടിരിക്കണ്ട. അപ്പൊ വന്ന് കയറുമ്പോ തുടങ്ങുമല്ല. പിന്നെ എങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത്? നിർത്തണ്ട, ഇങ്ങോട്ട് വന്നേ. അപ്പനെ കുടുംബത്തോട് വന്നിട്ട് എത്ര നാളായെന്നൊന്ന് ചോദിച്ചേ. അമ്മ താറാവിനെ ഇങ്ങോട്ട് വന്നേ. കുഴിച്ചിടും. അമ്മച്ചി ഒന്നും മിണ്ടാണ്ടിരിക്കണ്ട. ഈ താറാവിനൊന്ന് കൊന്നു വന്നേ. ഞാൻ വെള്ളം വെക്കാം. എടിനേസേ അപ്പനിത്തിരി കട്ടൻ എടുത്തേ. കട്ടൻ
അമ്മക്കിപ്പൊ എന്താണ് വേണ്ടത്? അപ്പനെ എങ്ങാട്ടും പോരുത് അതല്ലേ? ആ ഒരു സ്ഥലത്തും പോവാത്ത പണി അമ്മക്ക് കൊടുക്കാന്ന് അമ്മ ഒന്ന് അടങ്ങി. എന്റെ പൊന്നുമോളെ, ദൈവം തമ്പുരാൻ വിചാരിച്ചാലും അങ്ങനെ തടഞ്ഞു നിർത്താൻ പറ്റൂല. 10-35 കൊല്ലമായില്ലേ അങ്ങയുടെ ചവിട്ടുകയറി ഞാൻ ഈ കാണാൻ തുടങ്ങിയിട്ട്. ദേ വെള്ളം തിളച്ച് ആ താറാവിനെ അങ്ങാട്ടിട്. അമ്മേ, ഈ സഭയത്താണ് പറയണേ, ഈ അപ്പന് ഇവിടുന്ന് എങ്ങാട്ടും പോവില്ല, ഉറപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ അങ്ങനെ സെമിത്തേരിയിൽ കിടക്കണ പരിപാടി നടത്തണം. അങ്ങനെയെങ്കിൽ അങ്ങനെ അല്ല പിന്നെ. എടി നിസേ, കട്ടൻ കാപ്പി കൊടുത്തെങ്കിൽ ഇങ്ങോട്ട് വാടിയൊന്ന്. അതെ പന്നാണ്. ഞാൻ ബസ് ഇറങ്ങി അങ്ങോട്ട് പോന്നപ്പോ അവൻ എന്നെ അങ്ങാട്ട് ഞാൻ അവിടെ ചെന്നപ്പോ പറയാൻ പറ്റാത്ത പറഞ്ഞു. നാണുവേ, മീൻ വല്ലതും കിട്ടിയോടാ? കടല് കരിഞ്ഞു കിടക്കണപ്പാ, പച്ച തൊട്ടില്ല. ചെറുപ്പത്തിൽ ഒരു താറാവിന് 5 രൂപയാണ്, ഇപ്പത്തെ 250. പോയാ എങ്ങനെ ജീവിക്കാം? നാടോടുമ്പോ നടുവ് അല്ല, നമ്മ എന്ത് ചെയ്യാന്? കടല് കരിഞ്ഞു കിടക്കുക. പണ്ടൊക്കെ 3 ആഴ്ച ഓടുമ്പോ ചാകര പോലെ. മീൻ എത്രയാണെന്ന് അപ്പളേക്ക് മറക്കാൻ തുടങ്ങി. ഇത് ആരോടാണ് ഈ അപ്പ ഇങ്ങനെ മുണ്ടണത്? അപ്പോ ഓ ചായ കൂടി. അപ്പൊ നമ്മുടെ രൂപക്കൂട് മാറ്റാൻ പോണേണ്, അറിഞ്ഞാ? ഏത് രൂപക്കൂട്? പള്ളിയില്. അല്ലാണ്ട് എവിടെയാണ് രൂപക്കൂട്? അപ്പം പണി പഠിക്കണ കാലത്ത് ഉണ്ടാക്കിയതല്ലേ അത്? ആ ഞാനങ്ങോട്ട് വരണേണ്. ആ മരത്തെ കൊത്തിയപ്പോഴേ മുന്തിരി വെള്ളിയൊക്കെ മാറ്റിയിട്ട് മോഡേൺ ആട്ടാക്കാൻ പോണേണ്. അതേന്ന്. അപ്പൊ സമ്മതിക്കരുതട്ടാ, നാളെ തന്നെ അച്ഛനെ ചെന്ന് കണ്ട് പറയണം. അപ്പം പറയുവാ മോളെ, അതൊക്കെ പഴകിയല്ല, അവര് മാറ്റട്ടെന്നേ. ഈ അപ്പൻ പഴക്കം ചെന്നാ മനുഷ്യനെ പോലും വെച്ചേക്കൻ. ഓ, എന്തൊരു അപ്പനാണ്. അല്ലെങ്കിലും പള്ളി ചെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല, ചിലപ്പോ നല്ല പണിയും കിട്ടും. ഞായറാഴ്ച കൂടി പള്ളിയിലാട്ട് പോകാത്ത നിങ്ങള് നമ്മുടെ വികാരിച്ചിന് കണ്ണെടുത്താ കണ്ടുകൂടാ. ഞാനങ്ങാട്ട് ചെല്ലട്ടെ, താറാവിന്റെ പപ്പും കൂടെയും പറിക്കണം. എന്താണ് എന്താണപ്പാ? ഈസി എന്തിയേ? അപ്പനിതല്ലല്ലോ ചോദിക്കാൻ പോയത്. അതെന്നേ. അല്ല അതേ മോളെ, ഈസി എവിടെടി? ഈശ്ചേട്ടൻ സൊസൈറ്റിയിൽ പണിക്ക് പോയേക്കണേല്ലേ, ഇപ്പൊ വരും. എവിടെ നോക്കി നിൽക്കണേ? അപ്പൊ ഇല്ല അങ്ങോട്ട് പരിപാടി അങ്ങനെ ആ ചേച്ചി ഇംഗ്ലീഷിക്കല്ലേ? ആ മോനെ മോനെ നോക്ക് നോക്കുന്നു, വണ്ടി വന്നു വണ്ടി വന്നു. പോട്ടെ പോട്ടെ, ആൾക്കാരൊക്കെ ഉണ്ട്, പൈസ കിട്ടണ വലിയ വണ്ടി വിടല്ലേട്ടാ. ആ ഈശേ, എന്തെങ്കിലും തന്നിട്ട് പോയിച്ചി. നീ ഒന്ന് പോയടാ, എന്റെ ഒന്നും പൈസ ഇല്ല. തന്നിട്ട് പോയിച്ചി. ആഹാ, പൈൻറ്റ് വാങ്ങാനൊക്കെ കാശുണ്ടല്ലേ? ഈ പാവപ്പെട്ടവന് സാധിക്കാൻ കാശില്ല. കാശില്ലാന്ന് പറഞ്ഞാൽ കാശില്ല. നീ ഒന്ന് പടിയാടാ. ഈശി കണ്ണീച്ചോര വേണം. സൊസൈറ്റിയിൽ നിന്ന് കുറിയടച്ച ഫുൾ പൈസ ആയിട്ട് മുങ്ങിയ നീയാണ് കണ്ണിച്ചോരയുടെ വർത്താനം പറയണത്. കൂടുതൽ മൂച്ചെടുക്കണ്ട, സൊസൈറ്റിയുടെ വിടും. പൈസയൊക്കെ കറക്റ്റായിട്ട് അടച്ചേക്കണം. നീ ആളാവാൻ നോക്കല്ലേ? അതോ സൊസൈറ്റിന്റെ അപ്പന്റെ വകയാണ്? എന്റെ അപ്പന്റെ വകയാണ് അമ്മയുടെ വകയാണെന്നുള്ളത് നിനക്ക് ഞാൻ കാണിച്ചു തരാം. ഞാനേ കണക്കൊക്കെ എഴുതി വെച്ചാൽ നീ പോകണം. സാധനം കയ്യിലിരിപ്പണ്ടല്ല, ഞാൻ സോഡ വാങ്ങാം. 2 അടിച്ചിട്ട് പോകടാ. എന്താണെന്ന് നീ വിളിക്കട, ഞാൻ കണക്കെടുത്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് കണക്കൊന്നും കൂട്ടണ്ട. നീ വീട്ടിലോട്ട് അങ്ങോട്ട് ചെല്ലി. നിനക്ക് അവിടെ വെച്ചിട്ടുണ്ട്. വാവച്ചനേശൻ അങ്ങോട്ട് ചെന്നിട്ടുണ്ടല്ലോ. ചാവരച്ചേട്ടനെ തല്ലി പഞ്ചറാക്കിട്ടാ പോയേക്കണത്. പണി കിട്ടും മോനെ, നിനക്കും കിട്ടും, നിന്റെ അപ്പനും കിട്ടും. ആ ഞങ്ങൾ നോക്കിക്കോളാം. ആ നീ പോ ചെല്ലേ. നീ പാട് പാടുന്നേ പാട്. അപ്പാ, ഈ വല്ലപ്പോഴും കയറി വന്നിട്ട് നാട്ടുകാരുടെ അടുത്ത് മെക്കെട്ടേറി എന്തിനാണ്? എന്ത് കാര്യത്തിലാണപ്പാ നമ്മളായിട്ട് മക്കാറാക്കണം? ഞാൻ പറയണ വല്ല അപ്പം കേൾക്കണണ്ട.
എടി സമയത്തെ ചേട്ടനാ ഷർട്ട് ഇങ്ങോട്ട് ഊരി തന്നെ കഴുകാനിട. നാളെ കഴുകാടി, ഒരു ദിവസം ഇട്ടല്ലേ ഉള്ളൂ. ഈ അപ്പൻ എന്താണ് പറ്റിയത്? മുണ്ടണില്ലല്ലോ. അതെന്താണാവോ, അമ്മ കൊറേ പണിയെടുത്തിട്ടും കാര്യമൊന്നും ഉണ്ടായില്ല. എന്താണ്ടും പറ്റിയിട്ടുണ്ട്. ആ, അതിപ്പോ ശരിയാക്കി തരാം. എന്നാ പിന്നെ നീ പോയിട്ടേ കുറച്ച് വെള്ളവും ഇറച്ചിയും താലിയെടു. കുറച്ചും കൂടി കാക്കാങ്കി താറാവിറച്ചിയും കൂട്ടി അടിക്കാം. അപ്പം കൊണ്ടൊന്നാണ്. അത് ചോറിന് കൂട്ടാനായിക്കോട്ടെ, നീ ഇപ്പം മിന്താലിയെടു. അപ്പനിത് എന്താണിത്? വീട് അത് മനസ്സിൽ നിന്ന് കളാന്ന്. ചൗരോനെ തല്ലിയത് വലിയ കൊമ്പത്തെ പ്രശ്നമൊന്നുമല്ല, ഒരു പുല്ലും വരാനല്ലേ. വന്നാൽ തന്നെ തടയിടാൻ നമ്മുടെ മെമ്പർ അയ്യപ്പനല്ലേ, അവനെ ഏറ്റോളൂന്ന്. അതിലൊന്നും കാര്യമില്ലടാ. പിന്നെന്താണ് കാര്യം? അപ്പം പറ. നീ എന്റെ അപ്പന്റെ ചവോടൊക്കെ കണ്ടിട്ടുണ്ടോ? എന്റെ അപ്പ ഞാനാ നേരത്തെ കുപ്പിയിൽ പോരൂല, പിന്നല്ലേ. എന്നിട്ടപ്പം പറ, സംഗതി ചോറായിരുന്നു. എടാ, അതുപോലൊരു ചവടക്ക് ഇക്കരയിൽ ഇതിലും ഉണ്ടായിട്ടില്ല. ബാല്യമേളവും കണ്ണാക്കുപാട്ടും മെത്രാനച്ചന്റെ ആശീർവാദവും ഒന്നും പറയണ്ട. ഈ ശുദ്ധി നടത്തി ചെയ്യി ഞാൻ പോലും ഒന്ന് മരിക്കാൻ കൊതിച്ചു പോയി. അതോർത്തിട്ട് അപ്പം പേടിക്കണ്ടാട്ടാ. അതിനെയും വെട്ടണ നല്ല വെഞ്ചാമരവും ആലവട്ടവും വെടിക്കെട്ടൊക്കെ ഉള്ള ഒരു ഫസ്റ്റ് ക്ലാസ് അവടക്ക് അപ്പന് ഞാൻ തരും. എന്താണ്? അതെ ഇതേ ഈ കാറ്റുകൊണ്ട് ഇവിടെ നിന്ന് അധികം ചുമ കൂട്ടണം. വാ, അകത്താട്ട് പോ. എന്താണ്? വെടിക്കെട്ട് പോടാ പോഴച്ചാരെ. ചവോടക്കരാണ് വെടിക്കെട്ടും ബെഞ്ചാമരും ഒക്കെ വെക്കുന്നത്. നിനക്കൊരു കോഞ്ഞാട്ടെ അറിയാൻ പാടില്ല. എടവേ ആ സഞ്ചിയും കാട്ടെടുത്തുള്ളൂ. വെടിക്കെട്ടൊരു പുതുമയാവുമല്ല. വെടിക്കെട്ട് എന്റെ അപ്പ ഞാൻ ചുമ്മാ പറഞ്ഞതല്ല. ഒരു ലത്തീങ്കാരന് പറഞ്ഞിട്ടുള്ള സകല കലാപരിപാടികളും പാട്ട് കുർബാനയും കൂട്ടിച്ചേർത്ത് ദേ ശൗര്യാര് പുണ്യാളുടെ 8ാം ഇടത്തിനെയും വെട്ടണ മട്ടില് ഞാനത് നടത്തും. ആ, ഫസ്റ്റ് ക്ലാസ് ശവപ്പെട്ടി, ഫസ്റ്റ് ക്ലാസ് ബാൻഡ് മേളം, പിന്നെ വെള്ളിക്കുരിശും തോച്ചക്കാലം പിടിച്ച് 18 ദർശനക്കാര്. വെള്ളിക്കുരിശ് എന്തിനാണ്? സ്വർണ്ണക്കുരിശ് തന്നെ ആയിക്കോട്ടെ. പിന്നെ മെത്രാൻ അത് വരുമോന്ന് നമുക്ക് നോക്കാമെന്ന്. അപ്പ ഇത് മാറ്റാനുള്ള അതുള്ള കളി വേണ്ട. എടാ, അപ്പൻ്റെ ചവടക്കിന് ഇത് മതിയാ. എൻ്റെ ആകെയുള്ള സമ്പാദ്യമാണ്. ഇത് നിരോധിച്ചതാണല്ലോ അപ്പ. ഇതിനെ കൊണ്ടേ കത്തിച്ചെല്ലണാണ് നല്ലത്. വെറുതെ കൊടുത്ത പട്ടിയും കൂടി തിരിഞ്ഞു നോക്കൂല. എന്തിന്? പശുവും കൂടി തിന്നൂല. നിങ്ങളുടെ സൊസൈറ്റി കൊടുത്താൽ മാറി തരൂലേ? ആ, ഫസ്റ്റ് ഈ മുടിഞ്ഞ നോട്ടീരാനം വന്നപ്പോഴുണ്ടല്ല, നമ്മുടെ പാവം സൊസൈറ്റിയുടെ കൂടി ചീട്ടീറാൻ പോണെന്നാണ് കേട്ടത്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ നമ്മുടെ വയറ്റത്തടിക്കും. കുത്തുവാള എടുക്കേണ്ടി വരും അപ്പ, കുത്തുവാള. എടി സമയത്തെ അമ്മേ, നിരോധിച്ച നോട്ടാണ്. അപ്പൻ ശവടൊക്കെ എടുത്താൻ വേണ്ടി സമ്പാദിച്ചു കൊണ്ടുവന്നതാണ്. ആ, അതാണ് നല്ലത്. എടാ, അപ്പന്റെ ചാവോടൊക്കെ എങ്ങനെ നടന്നൂടാ? എന്റെ അപ്പ ഇത് പിടിച്ച് പിടിക്ക്, കുടിച്ചേ. ഞാൻ കുടിക്കുന്നേ. ആ മതി. ദേ ഇങ്ങാട് നോക്കിയേ, അപ്പന്റെ മകനാണ് ഈസിയെങ്കിൽ ദേ ഗീവരത് പുണ്യാളുടെ മുമ്പിക്കെന്ന് പറയാണ്. അപ്പന്റെ ശവടക്ക് ഈ ഈസി ഭംഗിയായിട്ട് നടത്തിയിരിക്കും. ഈ ഇടവകയിലെ കാറൽസ്മാൻ എംബ്രാദറെ പോലെ, അല്ലെങ്കിൽ വേണ്ട മഹാരാജാവിനെ പോലെ എന്റെ അപ്പന്റെ ശവടക്ക് ഞാൻ നടത്തും. നല്ല പാട്ടും ബാൻഡും കണ്ണോക്കുള്ള കെമണ്ടൻ ചവടക്ക്. ആണ്, ഉറപ്പാണെന്ന്. അപ്പം പോകുമ്പോ നിനക്കൊന്നും തരാൻ പറ്റിയില്ലെന്ന പ്രയാസം മാത്രമേ അപ്പനോട്. അപ്പ അത് ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ, ഡോണ്ട് പറയുന്നു. എന്താ
എനിക്ക് ഒന്ന് മൂത്രം ഒഴിക്കണം. അപ്പം പോയിട്ട് വാ, ഞാനിവിടെ ഇരിക്കാം. ആരാന്നാ പറഞ്ഞേ? ചവടകിന്റെ പുണ്യാണോ? എടാ ഈസി ഞാൻ പറഞ്ഞേക്കണോ അതിനപ്പം പോടി, അതിനപ്പം വലിയ കൂടിയൊന്നുമല്ല. എങ്ങനെങ്കിലും അപ്പുറം പിടിച്ചെടുത്തണ്ടേ, ഇല്ലെങ്കിൽ അപ്പം നാളെ പോകൂട്ടാ. പിന്നെ അതൊക്കെ ചവിട്ടി മേടിക്കൊണ്ട് എന്റെ പൊന്നോ, ഇപ്പൊ എങ്ങനെയുണ്ട്? എന്താണ് അപ്പനീ കാണിക്കുന്നത്? അപ്പനത് എവിടെയാണ് ഈ മുട്ടൂത്തിയേക്കണത്? ഇങ്ങാട് വന്നേ, ആ മുണ്ട് മേലൊക്കെ മൂത്രാക്കിയല്ല. വന്നേ, താത്തു മുണ്ടൊക്കെ ഊരിപ്പോയല്ല. അപ്പന്റെ അപ്പനും ഇതേപോലെ തന്നെ വർത്തമാനം പറയാറുണ്ട്. ഞാൻ തന്നെ വർത്താനം പറഞ്ഞെന്ന് നിന്നോട് ആരാ പറഞ്ഞ? എന്താ വന്നേ, ഇങ്ങോട്ട് വന്നേ, വാ അകത്താട്ട് വാ. മിസ് കോള്, അതും ലാസർ. ബെസ്റ്റ്. തിരിച്ചു വിളിച്ച തന്നെ, നമ്മളോടാണ് കളി. നോക്കി എന്താടി ഇറച്ചിയിൽ മരുന്ന് ഇലക്കിയാ? ഇതിന് എന്തിന്റെ കേടാണ്? ഈ താറാവിന്റെ വേവ് മതിയാ. നോക്കി വേവൊക്കെ മതി. എന്നാലത്തിരി കുരുമുളക് പൊടി ചേർത്തോ, എന്നാലും അതിന്റെ കുമിട്ട് വേണം പോവുള്ളൂ. ഈയിടെയായിട്ട് വലിയും കൂടി ഇച്ചിരി കൂടണുണ്ട്. ചെല്ല് ചെല്ല്. അഴിചൂലുലകങ്ക പുകൾ കൊണ്ടിട്ടില്ല നാട്ടിൽ. അഴിചൂലുലകങ്കും പുകൾ കൊണ്ടിട്ടില്ല നാട്ടിൽ. എടാ ഈസി, നീ അപ്പല്ലേ? നീ അവളാണാ? ഞാൻ ഇവിടെ ഉണ്ടപ്പാ. നീ അപ്പല്ലേ? ചാൾസ് മന്ത്രിയുടെ ചവിട്ടാനം കണ്ടുണ്ടോ? വാടാ, ഞാൻ കാണിച്ചു തരാം. വാടാ, അപ്പന്റെ കൂടെ നിന്നെ കള്ളു കുടിക്കാം, സിഗരറ്റ് വലിക്കാൻ പാടില്ല. അമ്മേ, അപ്പന്റെ ചവിട്ടാടാൻ തുടങ്ങാൻ പോവാണ്, കാണാൻ പറഞ്ഞാ. അപ്പനങ്ങാടി ചീഞ്ഞല്ല. നിനക്ക് ജെയിംസ് ലാറയുടെ നാടകം കാണണോ? എടാ മോനെ, നീ കുപ്പിയിലായിരുന്ന കാലത്ത് ഞങ്ങള് മുണ്ടമ്പേലി പള്ളിയില് ജെയിംസ് ലാറ നാടകം കളിക്കാൻ ചെന്നു. 9 മണിക്ക് തുടങ്ങിയ നാടകം രാവിലെ 6 മണി വരെ നീണ്ടു. അപ്പത്തെ വിചാരിച്ച് വന്നിരിക്കുന്ന കളി നിർത്താൻ പുള്ളിക്ക് കുർബാന തുടങ്ങണമെന്നു. അപ്പനാണ് ചാൾസ് മന്ത്രിയുടെ വേഷം പുള്ളിക്കാരൻ നിർത്തുവോ? അവസാനം ആടിത്തിമിർത്തതിന് ശേഷമേ അപ്പം കളി നിർത്തിയുള്ളു. അതാണ് അപ്പം കളിക്കുന്നു. കാർലോല്ലേ കാണണോന്ന്? അഴിചൂലുലകങ്കും പുകൾ കൊണ്ടിട്ടില്ല നാട്ടിൽ. അൻപുടൻ വാഴങ്കേ സരസ്യാവൂ സരസൻ നിഴൽമീർ കുത്താവൂരൈ.
നീ ഇപ്പൊ ഇതെങ്ങാണ്ടാണ് മുങ്ങിയത്? ഞാൻ ആ താറാവിന്റെ വേസ്റ്റ് കളയാൻ പോയതാണ്. അതിനെ എന്നെ കൊണ്ടൊന്നും ചെയ്യിക്കൂലല്ലോ, എല്ലാം കൂടി നിങ്ങൾക്ക് തന്നെ ചെയ്യണ്ടേ. മരുമോളെ പണിയെടുപ്പിക്കാതെ പൂ പോലെ കൊണ്ടുനടക്കുന്ന അമ്മായി മേണി പെണ്ണമ്മ. എങ്കിലേ ചാവുമ്പോ ഞാൻ വെണ്ണക്കലയില് പേരെഴുതിപ്പിച്ച് വെക്കാട്ടാ. ആ അപ്പനും മോനും കൂടി ചവിട്ടാടകം തുടങ്ങിയിട്ടുണ്ടല്ലോ. അതങ്ങനെ നടക്കും. നീ ചെന്ന് എല്ലാരും വിളിക്കടി വെച്ചേ, എല്ലാം കഴിച്ചിട്ട് വല്ലയിടത്തും കിടന്ന് ഉറങ്ങാല. ആ നീസേന്റെ അവളെന്തേ? എടി നിസേ, അവളവിടെ കിടന്ന് ഉറങ്ങണ്ടാവും. നീ ചെന്ന് വിളിക്കേ. വേണ്ട എന്റെ ശിവനപ്പച്ചേട്ടാ, താനിങ്ങാട്ട് വരണ്ടട്ടാ. ഇവിടെ പപ്പനും ചേട്ടയും കൂടി കുടിച്ച് നല്ല സ്റ്റീമായിട്ട് നിക്കണേന്ന്. തന്നെ കണ്ടാൽ അവര് വെട്ടി തുണ്ടമാക്കി കളയും കേട്ടാ. ആ കാലം കൊഴിയ നടക്കൂല കേട്ടാ. എന്നാ പിന്നെ താൻ പോയി ചാകും, അതാണ് നല്ലത്. എടി നിസേ, എന്താണ് ചേച്ചി? നിർത്തടി നിന്റെ ഒടുക്കത്തെ പഞ്ചാരടി. ഒന്ന് പതുക്കനെ പറ. ഞാൻ പിന്നെ വിളിക്കാം. ശരി. എന്താണ്? ഇത് പഞ്ചാരയൊന്നുമല്ല, മറ്റേ പരിപാടിയാണെന്നൊക്കെ എനിക്കറിയാൻ കേട്ടാ. എന്റെ പൊന്നേച്ചി ചതിക്കല്ലേട്ടാ. കൊച്ചിനെ കെട്ടിക്കാറായെന്ന് അപ്പനും അങ്ങളെ അറിയട്ടേടി. വാ വന്ന് ചോറിന്, നല്ല ക്ഷീണം കാണും. ഓ ഇതിനെ കൊണ്ട് തോറ്റി. ഞാൻ വരാം. ആ വാ. ലാസ്റ്റർ നീ ജൂണിലടച്ച് ജൂലൈയിലടച്ച് 4000 ചിലാൻ്റെ രൂപ നിന്നെ എവിടെ അടച്ചാലാണ് തടിവട്ടാവുള്ളൂ കേട്ടോ. കള്ളക്കണക്ക് നിന്റെ അപ്പഴാണ് ഉണ്ടാക്കണ. അന്ന് ചിട്ടിക്കാശിന് മുഴുവൻ പൈസ പിടിക്കാൻ പറയുമ്പോ നീ എന്താണ് പറഞ്ഞത്? നിന്റെ അമ്മ ചാവാൻ കിടക്കുന്ന മുഴുവൻ പൈസ കൊണ്ട് അങ്ങോട്ട് പോയല്ല. എന്നിട്ട് മറ്റടുത്ത് വർത്താനം പറയണം. പരമനാറിയടാ ലാസ്റ്ററെ, എനിക്കറിയാം നാളെ നേരം വിളിച്ച് നിന്റെ വീട്ടിൽ നിന്ന് പള്ളിക്കുത്തി പൈസ. ബാബു 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 വാവച്ചാസന് പാടില്ലെന്ന്. രതീഷ ഇങ്ങോട്ട് വന്നാടാ. വാവച്ചാസന് പാടില്ല. വാവച്ചാസന് പാടില്ലെന്ന്. അറിഞ്ഞൂടാ എന്താന്ന് അറിഞ്ഞൂടാ. വാവച്ചാശാൻ തീർന്നടാ. നീ പോയി കണ്ണു മോറും കേട്ട് വന്നേ. ചെല്ല് എന്റെ ഈശ്വരൻ എന്തിരിപ്പാണിത്, ആളുകളെയൊക്കെ അറിയിക്കണ്ടേ. എടോ അങ്ങോട്ട് ചെല്ലുന്ന്. ചെല്ലും വായണേക്ക് ചെല്ലും വന്നേ. ഈശ്വരൻ എന്തായി കാണിക്കണേന്ന് അങ്ങോട്ട് ചെന്നേ. സമയത്തെ നീ വെച്ചാ താറാവും ചോറെടുത്താ കറുത്ത മുളക്കി കൊടുത്തേ.
അപ്പനോടെല്ലാം ചോദിച്ചു മനസ്സിലാക്കിയിട്ടുണ്ടാ മോനെ. അമ്മക്കൊന്നും അറിയാൻ പാടില്ല. മോനോടെല്ലാം അപ്പനെല്ലാം തുറന്നു പറയരുത്. അപ്പന്റെ മോനാണല്ല, അപ്പന്റെ വീട്ടാണ് മോനോടെല്ലാം മാറ്റണില്ല. എനിക്ക് മാറ്റണില്ല, എനിക്ക് മാറ്റണില്ല. എന്നെ പറ്റിച്ചറിഞ്ഞല്ല, എന്നെ പറ്റിച്ചറിഞ്ഞല്ല. അയ്യപ്പോ വൈകിട്ട് താറാമ്മയും കൊണ്ട് വന്ന ആളാണ്. എൻ്റെ പൊന്നേച്ചി ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ദേ ഇവിടെ ചവിട്ടാളകം കളിച്ചുകൊണ്ടിരുന്നതാണ്. പെട്ടെന്ന് എന്തുണ്ടായെന്നറിയില്ല. അവളോടെന്തെങ്കിലും പറയണില്ലേ? അവളെ വിളിക്കണി സമയത്ത് സമയത്ത് അപ്പന്റെ കിടപ്പ് കണ്ടാവോളെ. അന്ന പിന്നാലോട്ട് ചോറും നിന്ന് കിടക്കാന്ന് പറഞ്ഞ ആളല്ലേ എന്റെ പൊന്നി. അപ്പോ എന്തിനാണ് ഇങ്ങനെ പോയത്? താറാവ് കറി ഉരുളക്കിഴങ്ങിട്ട് വെക്കടി പെണ്ണമ്മേന്ന് പറഞ്ഞ് കുടിക്കാനിരുന്ന ആളല്ലേ പൊന്നേ. അപ്പോ എന്താ പൊന്നി. ലാസറേ നമ്മുടെ ബാബുച്ചനാശം പോയിന്ന്. സന്ധ്യക്ക് വന്നോളല്ല, അപ്പൊ തന്നെ പോയാ? ആ പോക്കല്ല, ശരിക്കും പോക്ക്. അയ്യോ പഹയം പടിയായ? ആ പടിയായിരുന്നു. പിന്നെ ഇപ്പൊ വിളിച്ചോളല്ല, എന്നോടൊന്നും പറഞ്ഞില്ല. ഹരീശിയാണ്. ആ അവൻ വിളിച്ചപ്പോ കുറിയുടെ കണക്കാ പറഞ്ഞ, മുഴുവൻ കള്ളക്കണക്കാ പറഞ്ഞ. അതൊന്നും എനിക്കറിയില്ല, വാ നമുക്ക് പോയി നോക്കിട്ട്. എനിക്കൊരു സംശയം കേട്ടാ. എന്ത്? എന്തോ ഒരു ഫൗള് നടന്നെന്നാ തോന്നണത്. ഇടിവെട്ട് പോലെ നടന്നയച്ച മനുഷ്യനല്ലേ? ഇനി ആരെങ്കിലും കൊന്നതായിരിക്കും. ആരുമല്ല. അല്ലെങ്കിൽ ചൗരച്ചേട്ടൻ, അല്ലെങ്കിൽ ഈശി. അതേന്ന് ഈശോട് ചൗരച്ചേട്ടൻ തലയാറ് ഞാൻ പറഞ്ഞല്ല. അന്ന് ഇപ്പൊ തന്നെ ശരിയാക്കുന്നു പറഞ്ഞ അപ്പന്റെ അടുത്തേക്ക് ഒറ്റ പോക്കാ. നിനക്ക് പ്രാന്താണ്. ആള് വീട്ടിൽ കിടന്ന മര്യാദക്ക് അങ്ങോട്ട് മരിച്ച മനുഷ്യനാണ്. അയാളെ തല്ലിക്കൊന്നിട്ട് നിനക്ക് എന്ത് കിട്ടാനാണ്? നിനക്ക് പട്ടാനടാ പ്രാന്ത. നമുക്ക് ശവം കണ്ടിട്ട് വരാം. നീ ഇങ്ങോട്ട് വന്നേ, നമുക്കൊന്ന് പോയി നോക്കിട്ട് വരാം. 400 രൂപ എടുത്തിട്ടുണ്ട് കേട്ടോ. ആ മെമ്പറെ പോലെ വേഗം ഇങ്ങോട്ട് വന്നില്ല, അവിടെ ചെന്ന് കാര്യങ്ങളുള്ളതാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും അവിടെ ഇവിടെ പറയാൻ നിൽക്കണ്ടല്ലോ. പിന്നെ ഇത് പണിയാവട്ടെ, ഇന്നത്തെ ഉറക്കം കുളമാകാൻ തോന്നണം. ഇതെവിടെ ആരാടാ വെള്ളപ്പൂരില് ലൈറ്റ് കാണാണ്ടല്ലോ? പൊന്നപ്പനും കൊച്ചാൻ്റെ കൂടി സ്മോൾ അടിച്ചിരിക്കുന്നതായിരിക്കും. വേണമെങ്കിൽ നമുക്ക് മുട്ടാന്ന്. നീ പോടാ പോർക്കെ, അത് വേറെ ആരുണ്ട്. നീ ഇങ്ങോട്ട് മെമ്പർ വേണമെങ്കിൽ കളി ജയിച്ചാ പിന്നെ നിനക്ക് തന്നെ എടുക്കാന്നാണ് വിചാരം. അത് പിന്നെ എനിക്ക് തന്നെ ഉള്ളതാണ്. നമുക്ക് നോക്കാല. ആ നോക്കാം നോക്കാം. കളി തുടങ്ങിയിട്ടല്ലേ ഉള്ളു. ആ സമാധാനിക്ക്. എന്തിനാ ഇങ്ങനെ അനാഥച്ചമായിട്ട് കിടത്തേക്കുന്ന? ആ ചോരയൊക്കെ തുടച്ചിട്ട് കിടക്കുന്നേ അവിടെ. എന്താണ് പറ മക്കളോട്? അവരെല്ലാം അപ്പനോട് കൂട്ടുകാരി, അവരോടെല്ലാം അപ്പനെല്ലാം എന്നോടൊന്നും പറയുന്നില്ലല്ലോ അപ്പ. കൂട്ടുകാരുടെ കിടപ്പ് എന്തോരം ചോരയാണ് എന്റെ കർത്താവേ. പാട്ട് പാടി നാളെ ഉരുണ്ട് കെട്ടി വീഴോ സത്തേക്ക് ഞാൻ അടുത്തത് പോകൂലായിരുന്നു എന്താ പൊട്ടി. അപ്പോ അപ്പാ എന്റെ അപ്പ എന്തെങ്കിലും ഒന്ന് പറയാപ്പാ. അയ്യപ്പ പോയിട്ട് പോലെ ഞാനെങ്ങനെ സഹിക്കണോ? ഞാനെങ്ങനെ സഹിക്കണോ? എനിക്ക് മാറ്റണില്ലടോ, എനിക്ക് മാറ്റണില്ലടോ. അപ്പ എന്റെ അപ്പ 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 ധൈര്യമായിട്ടിരിക്കടാ. എടാ ഈശി, അപ്പൻ എന്താ പറ്റിയത് പെട്ടെന്ന് ഇങ്ങനെ വരാനായിട്ട്? എടാ ഈശേ,
ആ തറയൊക്കെ ശരിയാവുക. നീ വാ, നമുക്ക് ആ കട്ടില് പിടിച്ചിടാം. അതൊക്കെ ഞങ്ങളേറ്റ്. പാഞ്ചി പള്ളിയിൽ അറിയിച്ചടാ. ഇല്ല, സ്വന്തക്കാരെയും കൂടി അറിയിച്ചിട്ടില്ല. അറിയിക്കണം. നിങ്ങൾക്ക് മരണ ഫണ്ടിൽ മെമ്പർ അല്ലേ? അവരൊന്നും വരൂല അയ്യപ്പ, കാശ് കൊടുക്കാത്തോണ്ട് പേര് വെട്ടിയേക്കാണ്. അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ നമുക്ക് ശരിയാക്കാം. എന്ന് പറഞ്ഞാൽ ചെയ്യാനുള്ള കാര്യങ്ങൾ വേണ്ടേ? നീ ആദ്യം തന്നെ ആ ഗർഭാസിസ് ഡോക്ടറെ വിളിക്കും. അതിന്റെ ആവശ്യമുണ്ടോ? ആള് പോയില്ലേ, ഇതിനെ അറിയിച്ചിട്ട് എന്തിനാണ്? വേണം. കാലം പഴയതുപോലെ ഒന്നല്ല. ഒരാൾ വീട്ടിൽ കിടന്ന് മരിച്ചു കഴിഞ്ഞാൽ ഡോക്ടറിന്റെ എഴുത്ത് വേണം, ഇല്ലെങ്കിൽ പുലിവാലാവും കേട്ടാ. കട്ടിലാട്ട് കിടത്താനാണ്. പഞ്ചേ ഇങ്ങോട്ട് വന്നേ. അതെ, നിങ്ങൾ ആരെങ്കിലും കൂടി പോയിട്ട് നമ്മളെ ഗർഭാസ് ഡോക്ടറല്ലേ, അല്ലെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചോണ്ടോ. അത് കുഴപ്പമില്ല, ഞങ്ങൾ ബൈക്ക് പോയി ഡോക്ടറെ കൊണ്ടുവന്നേക്കാം. അല്ല സാറേ, നീയും കൂടി കയറിപ്പോ. എന്നിട്ട് പോണ വയ്ക്ക് പള്ളിയിൽ ഇറങ്ങിയിട്ട് വികാരച്ചനോടും കൂടി പറഞ്ഞു തരും. അല്ലെങ്കിൽ പിന്നെ അത് മതി. എടാ പാഞ്ചി, പള്ളിയിൽ നിന്ന് കുരിശും തലയ്ക്ക് വെക്കാനുള്ള മെഴുതിരിക്കാലും എടുത്തോട്ടെ. ഇച്ചിരി മുമ്പ് ഞാൻ ആശാനുമായിട്ട് കണ്ടിരുന്നതാണെന്നേ, ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. മീന് വല്ലതും കിട്ടിയോ നാണോ എന്ന് എൻ്റെ അടുത്ത് ചോദിക്കുകയും ചെയ്തു. ഏതാണ്ട് ഒരു കൈപ്പുഴ പറ്റിയിട്ടുണ്ട്. തല പൊട്ടി ചോര വല്ലാണ്ട. ഏതാണ്ട് ഒരു വിശപ്പിശക്ക് പോലെ. ആ വന്നലിടാനാണ്. അങ്ങനെയല്ലെന്ന് ഇതെങ്ങനെയാന്ന് പൊളിക്കണ്ട. എന്താടാ പാഞ്ചി പാതിരാക്ക്? ശൈലാൻഡി നമ്മുടെ വാവച്ചനാശാൻ മരിച്ചുപോയി. ഏത് നമ്മുടെ ആൾക്കാർ ഒറ്റത്തടിയിൽ പണിത വാവച്ചനാശേരിയാ? എന്ത് പറ്റിയതാണ്? വെറുതെ വീണങ്ങാട്ട് ചത്തു. അതല്ല, വെള്ളടിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ എന്ത്? നിങ്ങളുടെ ഡോക്ടറെ വിളിക്കുന്നു. ചത്തയാക്കി എന്തിനാടാ ഡോക്ടർ? അത് പറ്റില്ല, മരണോർപ്പിക്കാൻ ഡോക്ടർ വേണ്ടേ? ശൈലാൻഡി, നിങ്ങൾ ഡോക്ടറെ വിളിക്കുന്നു. പുള്ളിക്കാരനെ ഉറക്കോയി അത് വിളിക്കാൻ ശരിയാവൂല. പറ്റൂല. എന്നാ ഞാൻ കയറി വിളിക്കാം. എടാ അതല്ല, അങ്ങേര് കുടിച്ച് ഫിറ്റായിട്ട് കിടക്കണേണ്. കൂട്ടുകാരനെ ഒരുത്തന ഒരു ഫുൾ ബോട്ടിലും കൊണ്ടാണ് വന്നത്, അത് കഴിച്ച്. ഞാനെ കുത്തിയാ പോലെ അങ്ങേരെ എഴുന്നേക്കാൻ പോണില്ല. വലിയ ചതിയായി പോയല്ലോ. നീ എന്ത് ചെയ്യും? ആന്റി അടിച്ചിട്ടുണ്ടല്ലോ. പിന്നെ അല്ലാതെ എത്ര നേരം ഒന്നല്ല നോക്കിയിരിക്കണ. ഞാനും അടിച്ചൊരു 3 എണ്ണം. നിങ്ങൾ ഡോക്ടറെ വിളിക്ക്, വേറെന്ത് ചെയ്യും? നിങ്ങളെ ആ ഹെഡ് നേഴ്സിന്റെ അടുത്തോട്ട് അല്ലേ, അല്ലെങ്കിൽ മരണം ഉറപ്പിക്കാനൊക്കെ അവര് മതി. അതിനവര് ഡോക്ടറിലല്ല. അതെ. എടാ നാളെ കാലത്ത് ഡോക്ടർ വന്ന ഉടനെ അവര് സൈൻ ചെയ്യിപ്പിച്ചോളും. നിങ്ങൾ ചെല്ലിപ്പോ. കുരിശായല്ല. വാ കേറ്. സാറാമങ്ങ സാറാമ, വാ അങ്ങാട്ട് പോവാ. ഈ ഡോക്ടറും സാറാമിഷ്ടം മുടിഞ്ഞ പരിപാടിയാണ്ടാ. പിന്നെ ഒടുക്കത്തല്ല അപ്പു. ഇതല്ല ഈ ഷേർലി ആന്റിക്ക് അറിയാൻ പാടില്ലല്ല, പാവം. ഇതൊക്കെ നിന്റെ സ്വപ്നമല്ലേ? ഇല്ലാവചനം പറയുന്നല്ലേ ആശ്രയ. നിന്റെ നാക്ക് പുഴുത്തു. നീ കേറ്. വിട്ടോ. ഒരു ഷെയർ ഇങ്ങോട്ട്. ഹലോ, ഇരുന്നാലെങ്ങനെയാണ് ആ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട്? ഈ പഴയ പടം കിട്ടിയുള്ളൂ, വേറൊന്നുമില്ല. ആ ചാവാറി പിന്നെ ഇതൊക്കെ മതി. ഓ, നിന്റെ ബാറ്ററിയും തീരുന്നല്ല. എടാ ചാർജർ ഉണ്ടോ നോക്കിയടാ. ഇതിന്ന് വിളി അങ്ങോട്ട്. അവിടെ പ്രതിഭേ, അയ്യപ്പനാടാ. അയ്യപ്പ പറയ്, എന്താണ്? ആ നോട്ടീസ് അടിക്കാനാണ്. ആ ഫോട്ടോ ഒക്കെ ഞാൻ അങ്ങോട്ട് എത്തിക്കാം. മാറ്റർ ചെയ്തണ്ടേ?
ആ നീ ഒന്ന് വായിച്ചേ. പ്രിയങ്കരനായ ഭർത്താവും കുടുംബനാഥനുമായ മുണ്ടമ്പേലി വർഗീസ് ആന്റണി മകൻ. അത് മാറ്റണം. വാലിയത്ത് പറമ്പിൽ ചോറി മകൻ വാവച്ച മേശ്ശേരി. വാവച്ച മേസ്ത്രി. കർത്താവിൽ നിദ്രഭാവിച്ചു വരും സമേതം അറിയിച്ചോളൂ. അതുപോലെ അല്ല ഇപ്പൊ എപ്പോഴാണ് ശവടക്ക്? അത് പിന്നെ പറയാം. ശവടക്കിന്റെ സമയം പിന്നെ അത് ഞാൻ നിന്നെ അറിയിക്കാം. അറിയിച്ചാ മതി. അതെ സന്തത്ത് കുടുംബമായിട്ട് ആരൊക്കെ വെക്കണം? ഈസി ഒരു മിനിറ്റ്. ഈസി ഭാര്യ സഭയത്ത് അല്ലേ? എടാ അവള് സഭയത്തെ ബികോമാണ് BSc ആണ്. അതൊന്നും വേണ്ട. എന്താണ് എലിസബത്ത് എന്ന് പേര് വെച്ചാൽ മതി. പിന്നെ നിസ, ആഗ്നിസ. പ്രതിഭേ കേട്ടില്ല? അല്ലല്ല, പെണ്ണമ്മേനെ വീട്ടിൽ വിളിക്കണതാണ്. ശരിക്കും പേര് മറിയന്ത്രേസ്യാന്നാണ്. എടാ മറിയന്ത്രേസ്യ എഴുതണോട്ടാ, പെണ്ണമ്മേന്ന് എഴുതലേട്ടാ. ആ അതൊക്കെ ഞാൻ ചെയ്തോളാം. ശരി സാറാക്കൊച്ചു ഒന്ന് പോ. ഗർഭാസ് ഡോക്ടർ പറഞ്ഞിട്ടല്ലേ, പോരാത്തതിന് വാവച്ചലേശം നമ്മുടെ ഇടവക്കാരനു ഒന്ന് ചെല്ലുന്നീ. അയ്യോ വരില്ലാന്ന് പറയുന്നേട്ടാ. ശവം അങ്ങനെ തന്നെ കിടക്കണേ. പിന്നെ ഡോക്ടർ പ്രത്യേകം പറഞ്ഞു സാറമ്മ സിസ്റ്റർ തന്നെ വന്നോന്ന്. കാറുണ്ടാ? കാറില്ല, ബൈക്കാനുള്ളത്. ഈ പെണ്ണായ ഞാൻ പാതിരാക്ക് നിങ്ങളുടെ ബൈക്കിന് വരാനാ? നടക്കൂല. അല്ല സിസ്റ്റർ വണ്ടി കൊണ്ടേക്കോ, വേണമെങ്കിൽ മിങ്കി ചേട്ടനെ വിളിക്കും. എനിക്ക് വണ്ടി ഓടിക്കാന്ന് പറയാൻ പറ്റില്ല. ഇതെന്ത് അയ്യോ പ്രശ്നമായല്ല, ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടാ ഞങ്ങൾ വന്നത്. ഡോക്ടർ അങ്ങനെ പറഞ്ഞ? പറഞ്ഞേ. അന്നാ ചെല്ലു സാറാന്ന് ഡോക്ടർ പറഞ്ഞിട്ടല്ലേ. ശരി, ഡോക്ടർ കൽപ്പിച്ചാ പിന്നെ വരാതിരിക്കാൻ പറ്റൂല. വാ. അതെ വണ്ടി ഞാൻ എടുത്തോളാട്ടാ. ലാസറേ നീ ആ പള്ളിയിലാട്ടല്ലേ, ആ കുരിശും എഴുതിട്ട് കാലെടുക്കാൻ മറക്കണ്ട. അടച്ചു സാറാന്ന്. സീറ്റുമ്പോ പൊടിയുണ്ടെന്നാവോ? പൂതിയുള്ള ഇങ്ങോട്ട് മാറ. അല്ല സിസ്റ്റർ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ലട്ടോ. പിന്നെ എങ്ങനെ ഉദ്ദേശിച്ചാണ്? ഇല്ല ഒന്നുമില്ല. ഒന്നും മാറിയുന്നേ. ലാസറ നീ പറഞ്ഞത് ശരിയാണ് കേട്ടാ. ഈ സാറാമ ആളൊരു പറവടിയാണ്. പിന്നല്ല, റോക്കറ്റ് പോലെയാണ് പോണത്. ഹലോ ഹലോ ആ ബാബുച്ചിയുടെ മരണമെന്ന് അറിയിക്കാൻ. അറിഞ്ഞല്ലേ? ഞാൻ അയൽവാസിയാണ്. എന്തേ പിടിച്ചില്ലേ? എൻ്റെ ചേട്ടൻ ഇത് ബാബുച്ചിയുടെ കല്യാണമൊന്നും അല്ലല്ലോ, മരണമല്ലേ. പിന്നെ ഇതിനെ നേരിട്ട് വന്ന് നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ വന്നാൽ മതി. എൻ്റെ അപ്പൻ്റെ അനിയനാണ്. ആ നാറീനെ നേരിട്ട് വിളിച്ചില്ലെന്ന്. എടാ നമ്മുടെ പട്ടാനത്തുരത്തിലൊന്നും അറിയിക്കണ്ട എന്തായാലും. എടാ എന്നാലും. ഹലോ പ്രസാ. ആ പ്രദീപ എന്താണ്? ഇല്ല ഉറപ്പിച്ചിട്ടില്ല, നാളെ വൈകിട്ടായിരിക്കും. അച്ഛനോട് പറഞ്ഞിട്ടേ ഉറപ്പിക്കാൻ പറ്റുള്ളൂ. പ്രദീപ ഞാൻ വിളിക്കാം. പെണ്ണമ്മ ചേട്ടത്തി, ഇത് ഞാനാ കാണാത്ത സാറാമ്മ. വെറുതെ നെഞ്ചിടിച്ച് വിളിക്കണ്ട. പെണ്ണുങ്ങളൊക്കെ എനിക്കൊന്ന് മാറിയേ. നീങ്ങ അങ്ങട്. ഇതെന്തേറ്റാണ്? അപ്പം കുറച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു, ഓവറായി വീണതാണ്. ഒറ്റക്കാണ പിടിച്ച കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടായാ? അല്ല ഇതൊക്കെ അറിഞ്ഞിട്ട് ഇപ്പൊ എന്തിനാണ്? പിന്നെ എന്നെ ഇങ്ങനെ വിളിച്ചെടുത്തി എന്തിനാണ്? ഞാൻ വീട്ടിൽ കിടന്ന് ഉറങ്ങണല്ലായിരുന്നു. അയ്യോ സിസ്റ്ററെ, എടാ നീ നടന്ന കാര്യം കൂടെ പറഞ്ഞു വിടറ. റമ്മാണോ കുടിച്ചത് ചാരായാണോ കുടിച്ചത്? MC ബ്രാൻഡിയാണ്. എടാ ചാരായത്തിനാണോ ഉള്ളത്? അല്ല ബ്രാൻഡിക്ക് ഇപ്പൊ ഇതാണ് മണം. ആളെ കളിയാക്കിയാണോ? സിസ്റ്റർ ഞാൻ മൂത്രയിക്കാൻ പോയപ്പോഴാ സീട്ട് കളിക്കാൻ പോയപ്പോഴാ അപ്പനടുത്ത് കുടിച്ചിട്ടുണ്ടാവും. അപ്പൊ ഉറപ്പൊന്നുമില്ല. ഇത് ശരിയാവില്ല. എന്നാ ഡോക്ടറിനെ വിളിച്ച് അതെ ചേച്ചി, ഒരു പ്രശ്നവുമില്ല. ഞാനല്ലേ പറഞ്ഞ എന്ത് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. മെമ്പർ കണ്ടാ? ഞാൻ കണ്ടില്ല. പിന്നെ
അതെ ഡോക്ടർ വിളിച്ചു എന്റെ മക്കൾക്കടെ അപ്പൻ എന്താണ് പറ്റിയതെന്ന് പറഞ്ഞിട്ട് അതെ ചേച്ചി, അതെ ആ അയ്യപ്പനാടെ നിൽക്ക്. ഹലോ, ആ ഡോക്ടറല്ലേ? അതേ, ഞാനിവിടെ മരണ വീട്ടിൽ നിന്നാണ് വിളിക്കണത്. ഇത്തിരി സീരിയസ് കേസാണ്. ഒരുമാതിരി തലയൊക്കെ പൊട്ടി ചോരയൊക്കെ വരണുണ്ട്. ആ, നാളെ ഡോക്ടർ വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്ക്. ഞാനിപ്പോ പോയി ഡോക്ടർ നോക്കിക്കോളൂ. അപ്പോളേ കണ്ട കാര്യങ്ങൾ നാളെ രാവിലെ ഞാൻ ഡോക്ടർ വരുമ്പോ പറഞ്ഞോളാം. അപ്പൊ ഞങ്ങ പോവേണം. അതെങ്ങനെ ശരിയാണ്? ഇതെന്തെങ്കിലും തീരുമാനമൊക്കെ ഉണ്ടേ? ഇനി എന്താ തീരുമാനിക്കാൻ? എല്ലാം കഴിഞ്ഞില്ലേ? പരിപാടിയൊക്കെ കഴിച്ചു വെച്ചോണ്ട് തീരുമാനിക്കണം എന്തൊട്ടാ. ഇതെവിടെ പോയാണ്? ആ ശവത്തിന്റെ വാവലിച്ച് കെട്ടിട്ട് പോ, അല്ലെങ്കിൽ വെളുക്കുമ്പോ പാതാളക്കറന്റ് പോലെ ആവും കോപ്പ്. ചിലവായിരിക്കും നല്ലത്. അതെ, അച്ചോ അച്ചോ, ഈ കാര്യത്തിന് ഉറങ്ങിണ്ടാവുന്നു. നാളെ പറഞ്ഞാ മതിയാ? അത് പറ്റൂല, ഇപ്പൊ തന്നെ പറയണോ? പഹയനൊരു കാരണം കാത്ത് നടക്കണേ. വരട്ടെ. എന്താടാ പാതിരാത്രി മനുഷ്യനെ കിടത്തി ഉറക്കിയല്ലേ? അച്ഛൻ ടിക്കറ്റിന് പോലെ വായിച്ചിരിക്കുകയാണ്. നിനക്കിപ്പോ എന്താണ് വേണ്ടത്? അച്ചോ, ഇതിന് ചിമിട്ട കേസ് മാറ്റാണ് ഞങ്ങ വന്നേക്കണത്. നമ്മുടെ വാവച്ചനാശൻ ഉണ്ടല്ല, അയാൾ ആരണ്ടൊക്കെ തട്ടിയിട്ടാ. ഇവൻ വെറുതെ വേണോ? അയാള് വെറുതെ വീട് കത്താണ്, കൊലയൊന്നല്ല. ഈ കാര്യം പറയടാ. ബസ് ഇറങ്ങി വരണ വഴിയിൽ വെച്ച് ഈ വാവച്ചനാശാണ്ടല്ല കടയിലിരുന്ന ചൗരു ചേട്ടനെ തല്ലി പഞ്ചറാക്കി വെച്ചോ. അതെന്തിനാണ്? അതല്ലേ ദുരൂഹത. കള്ളും മേടിച്ചുകൊണ്ടിരുന്ന ഈശോട് ഈ കാര്യം ഞാൻ ഒന്ന് പറഞ്ഞോളൂ. അപ്പന്റെ പണി ഇന്നത്തോടെ തീർക്കുന്ന പറഞ്ഞ് വീട്ടിലേക്ക് ഒരു അറ്റാ പോക്കാം. ഇങ്ങനെയൊന്നല്ല നടന്നത്. നീ ഒന്നും വിടേ വേണ്ടട്ടോ. എന്നിട്ട് ഈ മുങ്ങി നടക്കുന്ന ദുരൂഹ കെട്ടിയനെ കണ്ണെടുത്ത കണ്ടോടാച്ചോ. ആർക്ക്? പെണ്ണമ്മക്ക്. നീ തെളിച്ച് പറയണ. എന്റെ പൊന്നച്ചോ, ഈ വാവച്ചനാച്ചനെ ഇടക്കിടക്കൊക്കെ കാണാണ്ടാവും. എവിടെയാന്ന് വെച്ചാ ആർക്കൊന്നും അറിയില്ല. അറിയേണ്ടവർക്കൊക്കെ അറിയുകയും ചെയ്യാം. അതുകൊണ്ടല്ലേ പെണ്ണമ്മ താത്തി എന്റെ അമ്മച്ചിയോട് പച്ചക്ക് പറഞ്ഞത്, ഒരു നിവൃത്തിയില്ലെങ്കിൽ പരാമർശിക്കുന്നു. എന്തൊക്കെയാണ് ഈ പറയണത്? നീ പറയടാ. ഒരു നിലവിളി കേട്ട് ഓടി നാട്ടുകാരിന്നപ്പോ ആശാൻ ചത്ത കിടക്കുന്നു. തലയിലാണെങ്കിൽ മുറിവ്, തറയിലാണെങ്കിൽ ചാരായം. അതാണ് വേറൊരു ദുരൂഹത. എന്താടാ പ്രാഞ്ചി, എന്താടാ അവിടെ ശരിക്കും? ആരും കൊന്നതല്ലോ, തന്നെത്താനെ താഴാട്ട്. നിനക്കാരെയാടാ സംശയം? അതല്ലേ അച്ഛൻ ലോഹിട്ടേക്കണ. ആശാൻ തന്നെ കണ്ടുപിടിക്കും. എന്റെ അച്ഛതൊക്കെ ലാസറിന്റെ ഒരു ഭാവനയാണ് ഇങ്ങനെയൊന്നല്ല നടന്നത്. അപ്പൊ ശരിയെന്നാ, നിങ്ങൾ കൂട്ടും. അപ്പോ അച്ഛൻ ചത്ത വീട്ടിലേക്ക് വന്നില്ലേ? അതൊക്കെ ഞാൻ രാവിലെ വന്നോളാം. നീ ചെല്ലു കേട്ടാ. വന്നതും പറഞ്ഞതൊക്കെ വെറുതെ ആയല്ലേ. ഇതിനാണ് ഈ കുത്തിക്കഴപ്പ് എന്ന് പറയണത്. നിനക്കിത് കേസാക്കിയിട്ട് എന്താണ് ഗുണം? ഒരു രസം. എന്ത് രസം? സാറാമ്മ വീട്ടിൽ വണ്ടിയുണ്ട്, നമുക്കത് എടുത്തിട്ട് പോവാം. ഇതൊന്നും പറ്റൂല. കേട്ടാണെങ്കിൽ വേറെ തുണി എടുത്തുണ്ടോ? ഒന്നും ഉണ്ടായിരിക്കും. വേറെ തുണി എടുത്തുണ്ടോ, അല്ലെങ്കിൽ ഞാൻ എന്റെ പാട്ടിന് പോകും. ആ അതെ, നിങ്ങൾ ഒരു 3-3:30 ആകുമ്പോൾ എത്തിയാൽ മതി. ഉച്ച കഴിഞ്ഞിട്ട്. ആ ശരി. എടാ ഇത്തിരി വെള്ളം എടുത്തടാ കുടിക്കാനായിട്ട്. ദാഹിക്കണം. ഇത്തിരി വെള്ളം എടുക്ക കുടിക്കാനായിട്ട്. മരിക്കണേക്കാൾ മുമ്പ് അപ്പനൊരു ഒറ്റ കാര്യം പറഞ്ഞിട്ടാണ് പോയത്. എന്താണ്? ചാവടക്ക് കേമാക്കണം. ബാൻഡോട്ടും കണ്ണോക്കൊക്കെ ഉള്ള കേമേട്ടനെ ഇടക്ക് കൊടുക്കാന്ന് ഞാൻ വാക്ക് കൊടുക്കുകയും ചെയ്തു. അപ്പൊ ആശാൻ മരിക്കുന്ന ആശാൻ ഉറപ്പാർന്ന? അതപ്പനെ എപ്പോഴുള്ള അടിച്ചാലും പറയണതാണ്. അപ്പം പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് തിരക്കില്ലാത്തൊരു ശവടുപ്പ് നടത്തണം. എന്തെടുത്ത് വെച്ച് നടത്താനാണ്? കയ്യിലാണ് എഞ്ചിന്റെ പൈസ ഇല്ല, അറിയാമോ? അതൊന്നും കുഴപ്പമില്ല. വല്ല പൊന്നാ പൊടിയണ്ടാ നോക്ക്. നമുക്ക് കൂർമന്റെ അടുത്ത് ചോദിക്കാന്ന്. കൂർമനൊക്കെ കാഞ്ഞ ബ്ലേഡ് കണ്ട അത് എനിക്കറിയാലോ അയാളെ പറ്റി. അയാളൊന്നും ചില്ലിക്കാശ്. നീ വിഷമിക്കട്ടെ, ഞാനല്ലേ ഉള്ളത്. നമുക്ക് നോക്കാടാ. നീ പോയുള്ള പൊന്നെടുത്തോണ്ടുവാ ചെല്ലി. അതിങ്ങെടുത്താ നീ പോയി എടുത്തോണ്ടുവാ ചെല്ലി. എന്തിനാണ്? സാറാമ്മ സിസ്റ്ററിനാണ്. അപ്പൻ്റെ താടിക്കട്ടെ. എലിസാബത്തെ, നീ കഴുത്തി കിടക്കണം മാലിങ്ങടുത്ത. അയ്യോ, എനിക്ക് ആ പടിയുള്ള പൊന്നും തരിയാണ്. അത് വേണ്ട. എടിച്ചാ വടക്കെടുത്താൻ വേറെ വഴിയില്ലാത്തോണ്ടല്ലേ നീ ആരെടുക്ക്. എന്റെ ഈശ്ചേട്ടൻ നാളെ ശവടക്കണ എന്റെ വീട്ടുകാർ വരുമ്പോ ഒഴിഞ്ഞ കഴുത്തായിട്ട് ആർക്കാണ് അതിന്റെ പോക്കണം കേട്? നിങ്ങൾക്ക് തന്നെയാണ്. അതൊക്കെ ഞാൻ സഹിച്ചു. നീ അങ്ങാട് ഊരി.
അപ്പൊ താലിയാ? താലി കൊടുക്കണില്ല. ഞാൻ മാറിയപ്പോ നീ എന്റെ അപ്പനെല്ലാം കലക്കി കൊടുത്താടി. എന്റെ കർത്താവ്, എന്തൊക്കെ തുഷ്ടിത്തരമാണ് ഈ മനുഷ്യൻ പറയണത്. ചോദിച്ചെന്നേ ഉള്ളൂ. ഒന്ന് പിടിച്ച മനുഷ്യൻ. ഒന്നും മിണ്ടാതിരിക്കണ്ടോ? മോയാണെങ്കിൽ അടയണില്ല. അല്ല, ഇങ്ങനെ കിട്ടിയാ മതിയാ? അതൊക്കെ മതി. മനുഷ്യനാണെങ്കിൽ ഉറക്കം വന്നിട്ടുള്ള അങ്ങനെ നടക്കും മനുഷ്യൻ. എന്താണ് എടാ മരണ വീട്ടിൽ കറണ്ട് വന്ന് നോക്കാൻ പറഞ്ഞപ്പോ നീ എന്താ പറഞ്ഞത്? എന്നോട് പോയി ചാകാനാ? ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. എടാ ഉറങ്ങാനാണ് സർക്കാർ നിനക്ക് ശമ്പളം തന്നത്. എന്നാലും ആരെ കൊണ്ടും തല്ലിക്കില്ലാന്നും പറഞ്ഞല്ലേ ഇവിടെ അതൊന്നും കൂട്ടുകൂടുന്നത്. കുഴപ്പമില്ല, ഞാനല്ലേ തല്ലിയത്. ഇത് ഞാൻ മൂറും കീറും പൊത്തി പിടിച്ച് അങ്ങോട്ട് പോയിക്കോ. ഇനി ഇവിടെ കണ്ട മുട്ടുകാലി ഞാൻ തല്ലി ഓടിച്ചോളാം. ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാട്ടോ. സർക്കാർ ഉദ്യോഗസ്ഥൻ? അവന്റെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ വന്നിരിക്കണം. ഇത് കൊണ്ടുപോകുന്നില്ലേ? കൊണ്ടുപോടാ. എന്തിനാണ് നീ എന്തിനാണ് അവനെ തല്ലി? എന്തിനാണ്? അന്ന് ഞാൻ നമ്മുടെ അമ്മണി ചേച്ചിയുടെ അവിടെ കറണ്ട് പോയി കഴിഞ്ഞ പ്രാവശ്യം. ഞാൻ അന്ന് ഒരു സ്വിച്ച് ബോർഡ് ചെന്നപ്പോ അന്നും അവൻ ഇത് തന്നെ കാണിച്ചോണ്ടിരിക്കണ എന്റെ അടുത്ത്. അല്ല അച്ഛോ, ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എങ്ങോട്ടാണ് മീങ്കു രാത്രി? അപ്പൊ അച്ഛനറിഞ്ഞില്ലേ വാവച്ചനാശം മരിച്ചത്? അറിഞ്ഞായിരുന്നു. അതൊക്കെ എന്താണ് പറ്റിയത്? ഒന്നും പറയണ്ട അച്ഛാ, ആകെ കുഴഞ്ഞു പറഞ്ഞൊരു കൊള്ളായിട്ട്. എന്താണ്? എന്തോ ഒരു പന്തികേട്, ഒരു വക ദുർമരണത്തിന്റെ ഒരു സ്മെല്ല്. ഞങ്ങൾ അച്ഛനെ കാണാൻ അങ്ങോട്ട് വരെയായിരുന്നു. നിങ്ങൾ കാര്യം പറയുന്നു. എന്താണ് നിങ്ങൾക്ക് സംശയത്തിന് ഇടയാക്കിയ കാര്യങ്ങൾ? ഒന്നാമത് ശവത്തിന്റെ തല പൊട്ടിയിട്ടുണ്ട്. ഏതാണ്ട് തല്ലുകൊണ്ട് മതിയല്ലേ സാറാമേ? പിന്നെ തിണ്ണയിലാണെങ്കിൽ ചാരായം ഒഴിക്കാൻ നല്ല മണമുണ്ട്. മകൻ കുടിച്ചത് ബ്രാൻഡി, അപ്പം കുടിച്ചതാണെങ്കിൽ ചാരായം. ഒരു വക കരിനീല കളർ മുഖത്തിന്. ഇനിയുള്ളത് അച്ഛനെ കണ്ടുപിടിക്കും. വേറെ എന്താണെന്ന് വെച്ചാൽ ആകെ കുഴപ്പമാണ് അച്ഛോ. അച്ഛൻ തന്നെ ചെന്നോ. ആ പോയാ അവളാർക്കെങ്കിലും പിടിച്ചു കൊടുക്കണ്ടേ അപ്പ? അപ്പനതിന് മുമ്പ് ചാടിക്കളഞ്ഞല്ല അപ്പ. എന്റെ മോക്കണ കാര്യം അപ്പ മറന്നു കളഞ്ഞ. മനിക്കേ കിടപ്പ് കണ്ടാടാ പാവം. ഇങ്ങനെയൊക്കെ വരുമെന്ന് ആരെങ്കിലും ഓർത്തതാണ്? പോരെ, ഇന്ന് വൈകിട്ട് നടന്നത് വല്ലതും നീ അറിഞ്ഞ? ഈ ബാബച്ചൻ എന്നെ തല്ലിയടാ ചേട്ടാ. അതെ, പക്ഷേക്ക് നമ്മക്ക് വൈരാഗ്യമൊന്നുമില്ല കേട്ടാ. കിടപ്പ് കണ്ടില്ലേ പാവം. പുറത്തു പോയി സംസാരിക്കാം. ചേട്ടാ, എന്താണ് അയ്യപ്പ ഈ നട്ടപ്പാതിരാക്ക്? ചേട്ടൻ നമ്മുടെ വാവച്ചനാശം മരിച്ചുപോയി. ഇവന്റെ തന്ത മരിച്ചതിന് ഞാനെന്ത് വേണം? അല്ല, ചവടപ്പൊക്കെ ആയിട്ട് കാശ് കുറച്ച് ആവശ്യമുണ്ടല്ലോ. മൂലധനം കൂർമഞ്ചേന്റെ അടുത്തായതുകൊണ്ട്. പച്ചക്ക് പറയട്ടെ, 5ന്റെ കാശ് ഞാൻ നിങ്ങൾക്ക് തരുമെന്ന് നിങ്ങ വിചാരിക്കണ്ട. തരൂല, വിട്ടോ.
അല്ല ഏട്ടാ ഞങ്ങൾ പലിശ തരാം. വാവച്ചനാശാന്റെ മോന് കൂറ കുത്താൻ കാശില്ലെന്ന് എനിക്കറിയാം. പിന്നെ സ്ഥലം മെമ്പറായ നീ ഈടും പലിശയും തരുമോ? എങ്കിൽ നമ്മക്ക് നോക്കാം. ഇല്ലെങ്കിൽ വേറെ വല്ല പരിപാടിയായിട്ടാണ് വന്നേക്കണമെങ്കിൽ സ്ഥലം വിട്ടോ. ദേ ഞാൻ കിടക്കാൻ പോകുകയാണ്. അല്ല ഏട്ടാ ഞാൻ ഈടും പലിശ ഞാൻ തരാം. എങ്കിൽ ചെക്കെടുക്ക്. ചെക്കില്ല, പണ്ടോണ്. പണിയായല്ല. അല്ല ചേട്ടാ ചേട്ടനൊന്നുകൊണ്ടും പേടിക്കണ്ട, ഞാനല്ലേ ഉറപ്പ് പറയണത്. പിന്നെന്താണ്? അതിങ്ങടെ അടുത്തേ ഒരു 4 വേണമെങ്കിലും കാണും. അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നീ ഇത് തിരിച്ചെടുക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല. പിന്നെ ഇതിന് ഞാനൊരു തുകയിടും. ഈ പണ്ടത്തിന്റെ വിലയായിട്ട് കുറച്ച് കാശും അങ്ങാട് തരും. അതും മേടിച്ചോണ്ട് പോകാൻ നോക്ക്. കേട്ടല്ലോ? എന്താണ് ഞാൻ പറഞ്ഞത്? നടക്കുമാ? അല്ലടാ, കടമായിട്ട് തരാൻ പറ്റൂലേ? പലിശക്ക് തരാല. നീ ആ കട എവിടുന്ന് എടുത്തിട്ട് പലിശ തരുമെന്നാണ് ഈ പറയണത്? നടക്കാത്ത കാര്യമാണ് നീ പറയണത്. നിക്കണ്ട, ഞാൻ പറയണത് പോലെ നടക്കുമെങ്കിൽ മാത്രം മതി. ചേട്ടൻ പലിശയും മുതലും തിരിച്ച് തന്നു കഴിഞ്ഞാൽ പണ്ടം തിരിച്ചു തരാം. ഓ പിന്നെ എപ്പ വേണമെങ്കിലും തരാം. നിക്ക്, ഞാൻ കാശ് എടുക്കട്ടെ. കാശെടുക്കാൻ പോയിട്ടുണ്ട്. ശിവനപ്പ ചേട്ടാ, ഞങ്ങളുടെ അപ്പം എന്താണ് കാണിക്കണം? ഇങ്ങോട്ട് വാ നിസ. വാ നിസ. നിസ എന്തിനാണ് പെണ്ണിട്ടു പോയി? ഇനി എനിക്ക് ആരുണ്ടപ്പ? എന്തിനാ പെണ്ണിട്ടു പോയ? പള്ളിയിൽ താര രൂപൊക്കെ ഉണ്ടാക്കിയ പുണ്യപ്പെട്ട മനുഷ്യനാണ് ഇതിനെ കൊലപ്പുള്ളിയാക്കിയത്. നീ ആളൊരു പരമനാറിട്ടല്ല. എന്റെ പാഞ്ചി, അതിന് കൊലപ്പുള്ളിന്നല്ല, അങ്ങേരാരെ കൊലപ്പെടുത്തിന്നാ ഞാൻ പറഞ്ഞത്. അങ്ങനെയും പറയാൻ പാടില്ലായിരുന്നു. അതുറപ്പിക്കാൻ പറ്റട്ടെ? അതുറപ്പിക്കാൻ പോലീസ് വരട്ടെ എന്ന്. ഇത് കൊന്നത് തന്നെയാണ്. മോക്ക് വയറ്റിലുണ്ടെന്നുള്ള കാര്യം കേട്ടാണ് അവൻ വീട്ടിലോട്ട് വന്ന് കയറണത്. അവൻ സങ്കടം കൊണ്ട് എന്തെങ്കിലും പാവം കടിപ്പിച്ച് പറഞ്ഞും കാണും. ഇത് നിങ്ങൾക്ക് ഒന്നും കാണും. എന്തിനാണ് ഈ ഇല്ലാവചനം പറയണ ചേട്ടാ? പറഞ്ഞു തീർന്നില്ലടാ പുല്ലേ. എന്റെ തല്ലട നേരത്ത് അവന്റെ കയ്യിൽ നിന്ന് കെട്ടുകിടക്ക് നോട്ടാണ് താഴത്താട്ട് വീണത്. 100 രൂപക്ക് കൊല നടക്കണ കാലമാണ് കേട്ടാ. എന്റെ ചൗര ചേട്ടാ, എന്തിനാണ് ഈ നുണച്ചീം പറയണത്? പിന്നെ എങ്ങനെയാണാവോ ആവശ്യരാശം ചാത്തത്? ഹാർട്ട് അറ്റാക്ക് ആയിരിക്കും. അതുറപ്പിക്കാൻ പറ്റട്ടെ? ഡോക്ടർ വരട്ടെ. ഡോക്ടർ വന്നിട്ട് പോസ്റ്റ്മോർട്ടം നടത്തട്ടെ. ഇത്തിരി ഇതിലേക്ക് ഒഴിച്ചേ. ഇനി ഇത് വേണമെങ്കിൽ പിഴിഞ്ഞൊഴിക്കാം. കണ്ട എന്ത് ചെയ്യാനാ, കഷ്ടമായിപ്പോയി. വേണ്ട. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. അച്ഛാ, എന്റെ മക്കളെ അപ്പ പോയച്ചാ. ഇന്നലെ താറാവിനെ കൊണ്ടുവന്ന് കറിവേക്കടി വേണ്ടമ്മേ എന്ന് പറഞ്ഞു വന്നാളോടച്ചാ. അച്ഛാ, ഈ കടുപ്പ് ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ.
നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥീ കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സർവേശ്വരന് ഇഷ്ടവരായിരിക്കുന്ന സകല പുണ്യാളന്മാരെ ഇയാൾക്ക് സഹായമായിട്ട് വരുവിൻ. ദിവ്യപ്രഭുക്കളായിരിക്കുന്ന ഭക്തിജാനകന്മാരായിരിക്കന്മാരെ, ഭദ്രാസന്മാരെ, മുഖ്യദേവദൂതന്മാരെ ആത്മാവിനെ കൂട്ടിക്കൊണ്ട് കർത്താവിന്റെ സന്നിധിയിലാക്കുവിൻ. ഈ പ്രദേശം കിടന്ന ആത്മാവിന് കൂട്ടായിരിക്കണമേ. നിന്റെ തിരുസന്നിധിയിൽ അവന് കൂട്ടായിരിക്കുകയും ചെയ്യണമേ. ആമേൻ. അച്ഛനോട് എന്തെങ്കിലും ഒന്ന് പറയാ. മതി, കയറി നോക്ക്. കുറഞ്ഞത് മതിയല്ല. പിന്നെ മതി, ലോക്കല് മതി. ലോക്കലിന് എന്ത് വില വരും? ലോക്കല് 4000 തൊട്ടുണ്ട്. ലോക്കലാണ്. ആ അത് മതി, കുഴപ്പമില്ല. അതിലും കൂടി ഇത് വേണം. ഇതിന് കരി വീട്ടിലുണ്ടെങ്കിൽ അത് മതി. ഇല്ലെങ്കിൽ അതിൽ കൂടുതൽ അത് മതിയായി. ഇപ്പൊ എടാ, നാളെ രാവിലെ മണ്ണി കുഴിച്ചിടാൻ പോണ സാധനത്തിനാണ് ഈ കിടന്ന് കാണിക്കണത്. എന്താണിത്? എടാ, ഞാൻ എന്റെ അപ്പനോടത്തേക്കണ വാക്കാണ്. എന്തെന്ന്? ഈ ഇടവേകല മഹാരാജാനെ പോലെ കുഴിച്ചിടാമെന്ന് പറയാനായിട്ടാണ് എന്റെ അപ്പൻ പോയത്. അതറിയാമോ? നിന്റെ അപ്പനെ? നിങ്ങളുടെ അകത്തോട്ട് വന്നേ. നീ ഒന്ന് കയറി നോക്കിയടാ. പെട്ടി നോക്കിയാ കയറി നോക്കിയടാ. എടാ അയ്യപ്പ, നീ ആ തീർത്തൊന്ന് പുറത്തോട്ട് കളഞ്ഞേ. നീ പുറത്തോട്ടുണ്ട് കളയടാ. എടാ, ഇവിടെ തുണിയും വില പിടിപ്പുള്ള സാധനങ്ങളൊക്കെ ഉള്ളതാണ്. നീ ആ തീർത്ത് പുറത്തോട്ടുണ്ട്. ആ കൊണ്ടേ കളന്നിട്ടല്ലേ. ഈശ്, നീ പറഞ്ഞാടാ ശരി. ചത്തവർക്ക് നമുക്കിനി ചെയ്യാനായിട്ടൊന്നുമില്ല. ചെയ്യുമ്പോ അതൊരു ചെയ്ത്തായിരിക്കണം. അല്ലാതെ ഈ ആപ്പോപ്പനെ മൂടണ പോലെ നിന്റെ തന്തേനെ മൂടാൻ പറ്റുമോ? നീ ഇങ്ങോട്ട് വാ, നിനക്ക് പെട്ടി ഞാൻ തരാടാ. അതെ, അത് മതി. ഇതാണ് എന്റെ അപ്പന്റെ പെട്ടി. ഇതങ്ങാടെ ഉറപ്പിക്കാൻ ചേട്ടാ. പാക്ക് ചെയ്തു. എടാ, ഇത് സാധനം അവിടെ ശരിക്കും കരിവീട്ടി. 5 വർഷം വരെയും കിടക്കും. എന്താ 5 കൊല്ലം വരെ ശവം ചെയ്യാണ്ട് കിടക്കോ? ഇവിടെ നിനക്ക് പെട്ടിനെ പറ്റി വല്ല അറിയാമോ? ഇവിടെ പെട്ടിയുടെ അടി ഉണ്ടാക്കണത് വെറുതെ പാഴിമരം കൊണ്ടാണ്. അത് കുറെ നാളെ ദ്രവിച്ചോ, അപ്പൊ ശവവും പോവും. ഇത് മതി, നമുക്കിതങ്ങാടെ വില എത്രയാന്ന് അറിയട്ടെ? എടാ ഈശി, നീ കാശിന്റെ കാര്യം ഒന്നും അറിയണ്ട. നീ ഈ സാധനം കൊണ്ടുപോകും. ഒന്നും വേണ്ട. ശരിക്കും എത്രയാണ്? കാശിനെന്താ ആവശ്യമുള്ള? പള്ളിയിലെ കാശ് കൊടുക്കണം. ഷർട്ട്, മുണ്ട്, സോക്സ്, വീട്ടിലല്ലാതെ അനാവത്തെ ചിലപ്പോൾ കംപ്ലീറ്റ് ഇരിക്കുന്ന സാധനം കൊണ്ടുപോകണം. നിനക്ക് ഭ്രാന്താണ്. ഇയാൾക്ക് ഭ്രാന്താന്ന് പറഞ്ഞു. ഞാൻ പെട്ടി കൊണ്ടുപോടാ മോനെ. നിന്നോട് ഞാനാണ് പറയണത്. എടാ, ഈ പെട്ടി മേടിച്ചാല് ഉടുപ്പും കാൽമേസയും കയ്യോറ ഇതിന് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും നിനക്ക് ഫ്രീ ആയിട്ട് തരും. പൂക്കളും തരും. വേണ്ടി വന്നാൽ ബ്യൂട്ടീഷ്യനെ വരെയും തരും. ബ്യൂട്ടീഷ്യനാ? എന്താ വില എത്രയെന്ന് പറ. എടാ, പറയാന്ന് പറഞ്ഞില്ലേ? അന്റെ വില ഇങ്ങോട്ട് പറയാൻ അവസാനം പറയുമ്പോ പിന്നെ എന്നെ പറ്റിച്ച് പിടിച്ചൊന്നും പറയരുത്. 45 രൂപയാണ്. നിനക്കായോണ്ട് ഒരു 40 രൂപ തരാം. വെറും 40? 40 ഒന്ന് പോടാപ്പനെ. 40,000 രൂപ. 40? നീ ഇങ്ങോട്ട് വന്നേടാ. 40,000 രൂപ ഇത് വാങ്ങാൻ പോണത്. നിനക്ക് എന്താ തലക്കാസുണ്ട്? നമുക്ക് എറണാകുളത്ത് പോയി വാങ്ങിക്കൂടെ? നിനക്ക് എന്ത് ചെയ്യാനാണ്? എടാ നിക്കടാ, ഡിസ്കൗണ്ട് തരടാ. എന്ത് ഡിസ്കൗണ്ട്? 40,000 രൂപ 35,000 രൂപ ഡിസ്കൗണ്ട് തരുമോ? ഞാൻ 10% കുറച്ച് തരാ. 10%? വേണ്ട. എടാ, അത് ഫോറിന് മരമാടാ. അതിന്റെ ഉള്ളിലേ വെൽവെറ്റിന്റെ ലൈനിങ് ഒക്കെ ഉള്ളതാണ്. വേണമെങ്കിലേ നിങ്ങൾ പറയണ കളർ വേറെ തുന്നി വേണ്ട. കളറൊക്കെ ഓക്കെയാണ്. അത് മതി. നമുക്കത് വെച്ചേ. എടാ, ഇച്ചിരി വല്ല കണക്ക് ഉറക്കാം. എടാ, ഞാൻ പറഞ്ഞല്ലോ 10%. 10% പറ്റുള്ളൂ ഞാൻ പറഞ്ഞില്ലേ? എടാ, നിന്റെ പറച്ചിൽ കേട്ടതൊന്നും നിന്റെ അപ്പനാണ് ചത്തി കിടക്കുന്നത്. എടാ, നിന്റെ അപ്പനാണ് ചത്തി കിടക്കണം. നീ ഒന്ന് പോയേ. നീ നല്ലൊരു ചാമടൊക്കെ കൊളാക്കാൻ വന്നൊക്കെയാണ്. നീയൊക്കെ പോയിട്ടേ ഇവിടെ തന്നെ തിരിച്ചു വരും. നീങ്ങ പോയിട്ട് വരുമ്പോഴേ ഞാൻ ഒലത്തി തരാം. കെട്ടി മേടിക്കാൻ നടക്കണം. അടക്കല്ലേ? വന്നേ പറയട്ടെ. ഇവനൊക്കെ നോക്കണ്ട. നീ ഇങ്ങോട്ട് വേടാ. നീ പോ. ഇത് നോക്കേ. നീ വരണ്ട. നീ ഇങ്ങോട്ട് വന്നടാ. അയ്യപ്പ, നീ പുറത്തോട്ട്. നിന്റെ അപ്പനല്ലേ? എന്തിനും ചെയ്യും. ഞാൻ പോണേടാ. ചേട്ടാ, പെട്ടി എന്റെ അപ്പനാണ്. അതെ, എന്റെ അപ്പൻ ഈ കരിവീട്ടിയുടെ പെട്ടി കിടന്നാ മതി. ഇത് മതി. ഇതങ്ങോട്ട് ഉറപ്പിക്കാം. അയ്യപ്പ, ഈ കൊച്ചാൽബിയുടെ ബാൻഡൊക്കെ ശരിയാവൂടാ. എന്താണ്? ലാവനൊന്നും നല്ല ടീമില്ലടാ.
എല്ലാ കാശും കൂടി പെട്ടി വാങ്ങുമ്പോ ആലോചിക്കണോർന്ന്. അതല്ലടാ, പിന്നെ വേറെ കാര്യമുണ്ട്. എന്ത്? അവന് നാളെ നമ്മളെ നിശ്ചയനെ കല്യാണം ആലോചിച്ച് വന്നിരുന്നു. അത് ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞ അവന് വിഷമായി കാണും. പാവം കുറെ ആശിച്ചാന്ന് തോന്നുന്നു. അതൊന്നും കുഴപ്പമില്ലടാ, അവനൊരു പാവത്തനാൻ. വിളിച്ചാ വന്നോളൂ. നീ വാ. അൽബേ നീ ഉറങ്ങിയില്ലല്ലേ? ആ നീ ഇരിക്ക്. നമ്മുടെ വാവച്ചനാശാനല്ലേടാ ഈ നിക്കണ ഈശിയുടെ അപ്പൻ. പാവം മരിച്ചുപോയി. വാവച്ചനാശാൻ എപ്പോഴും പറയുന്നു മരിക്കുമ്പോ ആൽബിയുടെ ബാൻഡ് സെറ്റ് തന്നെ വായിക്കണമെന്ന്. നീ വരില്ലേ? എപ്പോഴാ ഷോടക്ക്? ഉച്ച കഴിയുമ്പോ നിങ്ങൾ എല്ലാരും കൂടി അങ്ങോട്ട് എത്തിയേര് ട്ടാ. അപ്പൊ ശരി, നീ വരണം ട്ടാ. നീ വാടാ. അയ്യപ്പേട്ടാ, എന്റെ ക്ലാറിനെട്ട് പൊട്ടിട്ട് ഞാൻ ഒട്ടിച്ചു വെച്ചേക്കണേണ്. ഇതും കൊണ്ട് അതൊന്നും കുഴപ്പമില്ല, ഉള്ളതുകൊണ്ട് ഓണം പോലെ. നീ ടീമായിട്ട് അങ്ങോട്ട് പോര് കേട്ടാ. നാളെ കാണാം. അല്ല, അവൻ വരാന്ന് പറഞ്ഞില്ല. ആ വന്നോളൂ, കുഴപ്പമില്ല. ശരിടാ, നാളെ കാണാം ട്ടാ. ഈ ഈശ എങ്ങാട്ടാ പോയെ? എടാ മനീക്കെ, ഈശി എവിടെ? ഈശി എടാ, അയ്യപ്പനും ഈശയും കൂടി ലൈൻമാനെ വിളിക്കാൻ പോയിട്ട് വന്നിട്ടില്ലല്ലോ ഇതുവരെ. പെട്ടി വന്നല്ല പാഞ്ചി, വാവച്ചനാച്ചനെ പെട്ടി ചൊങ്കനാണല്ലോ. ആ എടാ മോശു, ആ കട്ടൊന്ന് ചേട്ടാ പെട്ടി സീതാവിനെ ഞങ്ങളൊക്കെ കൂട്ടാൻ പോടപ്പനെ. പെട്ടിയൊക്കെ കുറെ കണ്ടിട്ടില്ല സർ. അവന്റെ അപ്പനെ അടക്കം പെട്ടി കൊണ്ട് വന്നേ വെറുതെ വെള്ളം അടിച്ച് ഇതിന് മുടിഞ്ഞ വിലയുണ്ടാവില്ല. സഞ്ചി നിറയെ കാശല്ലടാ. എടാ മോനെ, ബംഗാളിയൊക്കെ നമുക്ക് അറിയണേണ്. പെട്ടി നീച്ചാവോ? എടി കറുത്തമാളി, ആൾക്കാരെങ്കിലും ഉടുപ്പും കയറൊക്കെ. എടി സമയത്തെ അപ്പന്റെ ഉടുപ്പും കയ്യിറക്കിയാണ് സൂക്ഷിച്ച് വെച്ചേക്കേട്ടാ. എന്താണ്? ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വാ. മോളി, നിന്റെ കഴുത്തേ കിടക്കണം കരിമണിമാല എനിക്കൊന്നും ഇടാൻ തരും. അപ്പൊ നിന്റെ മാല എന്താണ്? അത് ഊരി കൊടുത്തിട്ടാണ് ഈ ഉടുപ്പും പെട്ടിയും മേടിച്ചത്. നീ ആ മാല ഇങ്ങോട്ട് ഊരിത്താന്നു. ഇതിപ്പോ ഇവിടെ ആള് കൂടണ സ്ഥലമല്ലേ, എന്റെ കഴുത്തൊഴിഞ്ഞെടുക്കൂലടി. നാളെ ഈ ചടങ്ങിന് മുമ്പിൽ വെക്കണ ഞങ്ങയല്ലേ, ആളുകൾ നോക്കണം നിന്നെയല്ല ഞങ്ങളെ ആയിരിക്കും. നീ ആ മാല ഇങ്ങോട്ട് ഊരിത്താന്നു. കൊണ്ടുപോ. അങ്ങാട് വെച്ചോ, സൂക്ഷിച്ചിട്ടാ. കുറച്ച് പെട്ടെന്നായിക്കോട്ടെ, മഴ വരാൻ സാധ്യതയുണ്ട്. ഇവിടെ നിർത്തിയാലും എന്നാ ശരിടാ. എടാ, നിനക്കേ രൂപത്തിൽ വല്ല പിടിയുണ്ടാടാ? നിന്റെ വാർഡല്ലേ? എന്തിനാണ്? അല്ല, മെത്രാനെ കിട്ടുമെന്ന് അറിയാനാണ്. ഞാൻ പോയിട്ട് രാവിലെ വരാം. എടാ, അതെ വികാരിച്ചിനോടൊന്ന് പറഞ്ഞു നോക്കിയാലോ? നിനക്ക് സുഖമില്ലേ? നാളെ കാണാം. മനിക്ക് പോയി കിടന്നു. അത് കുഴപ്പമില്ല, ഞാൻ ഇവിടെ ഇരുന്നോളാം. ശബേത്തെ മതി, നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങിക്കോ, ഞാനിരുന്നോളാം. മോളെ, നമുക്ക് പരവേശം എടുത്തിട്ട് പാടില്ലടി. ഒരു ഗ്ലാസ് വെള്ളം കിടന്ന. അപ്പാ, ഞങ്ങൾക്ക് ഇനി ആരാണുള്ളത്? അപ്പാ മോനെ ചുട്ടി, നീ ഇനി ആരാപ്പാന്ന് വിളിക്കോടാ. പോയില്ലടാ മോനെ, നമ്മുടെ ചങ്കങ്ങളിലല്ലേ മോനെ കിടക്കണത്. ഹലോ, CI മാത്ത സാറല്ലേ? ആ, ഞാൻ പള്ളി വികാരി പാറപ്പുറത്ത് സക്രിയാച്ചനാണ്. ആ, അത് നമ്മുടെ ഇടവകയിലെ വാവച്ച മേസ്തിരി ഒന്ന് മരിച്ച്. മരണം അത്ര പന്തിയല്ല, ചില്ലറ പന്തികേടുകൾ. ചില്ലറയല്ല, മൊത്തത്തിൽ കുഴപ്പമായിട്ടിരിക്കുക. നമ്മുടെ സാറാമ്മ സിസ്റ്റർ പോയി നോക്കിയിട്ട് പറഞ്ഞ. അപ്പോൾ സാർ അത്യാവശ്യമായിട്ട് അവിടം വരെ ഒന്ന് ചെല്ലണം. സമയം ഒരുപാടല്ലോ. നാളെ
വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഒരു ശ്രദ്ധക്കുറവുകൊണ്ട് ഈ ഇടവക്കാർക്ക് നാളെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എനിക്കത്രേ ഉള്ളൂ. ഇവനെ കയറി പോലീസിലെടുത്ത് പോഴച്ചാരി. സൈമൻ എന്താണ് ദർശനം കിട്ടിയ? ഇയാളെന്ത് ഇവിടെ നടക്കണേ? അത് 24 മണിക്കൂർ അയാൾ കുടിക്കണ കാരണം മകൻ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ട് ഇപ്പൊ ഇവിടെ വന്നിട്ടില്ലേ കിടക്കണത്. കപ്പ്യാരെ, നമ്മളെ കുട്ടികളൊക്കെ എന്താ ഇങ്ങനെ കുടിയന്മാരായി പോയെ? എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? അത് കർത്താവിനോട് നീ ചോദിക്കണം. എടോ സൈമൻ, തനിക്കെന്താണ് ദർശനം കിട്ടിയ? മാലാഖയാണോ അതോ രൂപത കൂതാശയാണോ എന്നൊരു സംശയം. അറ്റിറങ്ങിയിട്ടില്ല. എടോ താൻ പോയിട്ട് ആ കുഴിയൊന്ന് വെട്ടിയിട്ട് ആ തെക്കേറ്റത്ത് മൂന്നാമത്തത് റോസാരിന്റെ അപ്പുറത്തല്ലേ? അത് ഞാൻ ആരാള് കപ്പേരെ? ആ അത് ഞാൻ വന്നിട്ട് പറയാം. ഓ അച്ഛൻ പാച്ചോ. അങ്ങോട്ട് വാ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആഴത്തിൽ നിന്നും ഇപ്പോൾ ആർത്തനായി കേഴുന്നു. ആരാണ്? അതെ അത് ഞാൻ പറയാട്ടാ, ഞാൻ പറയാം. ആ ശരി ശരി. ആർക്കുള്ളു രക്ഷ ഈ പാരിടത്തിൽ, ഞങ്ങൾ പാപങ്ങൾ പോക്കിടുന്ന സൈമോ, എവിടം വരെ ആടാ നിന്റെ കുഴി? ചേട്ടനോ എന്താ ഈ വഴി? ഇനി ഇത് മുടങ്ങിയിട്ട് വെട്ടിയാ മതി കുഴി. ഇതെന്താ മനസ്സിലാവണ്ടല്ലോ. ഈ കുഴി അടിപൊളിയായിട്ട് വെട്ടണം. നീ വെട്ടിയതിൽ ഏറ്റവും ബെസ്റ്റ് കുഴിയായിരിക്കണം ഇത്. ഇനി നീ ഇടവകയിൽ അറിയപ്പെടാൻ പോണത് ഈ കുഴിയുടെ പേരിലായിരിക്കും. മനസ്സിലായ? അതിയാനേറ്റി ഇത് ആരുടെയാണിത്? വാവച്ചൻ മേസിലിടാ. പള്ളി കളത്താറ് പണിത് കൊടുത്തവനില്ലടാ വാവച്ചൻ, അവന്റെ കുഴിയാണ്. നമുക്ക് അടിപൊളിയാക്കാൻ ചേട്ടാ. ചാവണമെങ്കിൽ ഇങ്ങനെ ചാവണം. ഇഷ്ടപ്പെട്ടത് തിന്നും കൂടിച്ചു. അതെ, അപ്പൊ നീ ഏറ്റല്ല. ആദ്യം ഞാൻ ഏറ്റി. പക്ഷേങ്കിലേ മഴ വരും, കൂടുതൽ കെട്ടണം. കൂടുതലല്ല, ഒരു പെര ഞാൻ നിനക്ക് കെട്ടിത്തരും. മനസ്സിലായ? ആ ഒരു സമയത്തെ നീയാണ് ഇന്നലെ താറാവ് വെച്ചത്? ഞാനല്ല, അമ്മച്ചിയാണ്. എടി സമയത്തെ നിന്റെ അപ്പനും അമ്മയൊക്കെ വന്നേക്കണടി.
അപ്പനെപ്പോഴും നിങ്ങളുടെ കാര്യം പറയുമായിരുന്നേ കേട്ടാ. അപ്പ ശ്രീധരത്തിന്റെ കാര്യത്തില് അപ്പന് ഒരു നിർബന്ധം ഉണ്ടായിരുന്നില്ല കേട്ടാ. അവരുടെ വാക്ക് കൊടുക്കണത് കൊടുത്തോട്ടെ എന്നല്ലേ അപ്പ പറഞ്ഞത്. എന്നിട്ട് നിങ്ങ എന്തേ ഒന്നും മിണ്ടാതിരുന്നത് പൊന്നെ? അപ്പ അപ്പ തന്റെ ശബ്ദം എടുക്കുമ്പോഴാണ് തള്ള പോരെടുക്കണത്. കളയടി, ഇതൊക്കെ പതിവുള്ളതല്ലേ. നിന്റെ മാല എന്തേടി? അത് തന്തയ്ക്ക് ഉടുപ്പും പെട്ടി തള്ളെടുക്കുന്ന പോര് പറയണത്. അവര് പഠിച്ചല്ലേ പറഞ്ഞ പാടട്ടെ, നിങ്ങ അത് കാര്യാക്കാൻ പോവണ്ട. എടി, ഇവിടെ കാശിന് ആവശ്യമുള്ളതല്ലേ, ഇതിരിക്കട്ടെ. ഈശ്വരന്റെ കയ്യിലോട്ട് കുഴപ്പമില്ല, വേണ്ട, നീ തന്നെ കൊടുത്താ മതി. അതെ, ജെറോപ്പൻ ചേട്ടൻ തന്നേನು. അപ്പനമ്മയും വന്നില്ലേ? ചെല്ല അവരോടെ കാത്തിക്കാണ്. ഈശ്വരന് കുറച്ച് കട്ടന എടുക്കട്ടാ. വേണ്ടടി. വൈകാണ്ട് വികാരി അച്ഛനെ കണ്ട് ശവടക്കിനുള്ള സമയനൊക്കെ ഉറപ്പിക്കണേട്ടാ. പ്രദീപേ, ഞാൻ പറയാം. മതി. അച്ചോ, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കയറി? അപ്പന്റെ ചവടക്കിന്റെ കാര്യം പറയാനാണ്. ആ കപ്പേരോട് പറഞ്ഞാൽ മതി. വാവച്ചൻ എങ്ങനെയാടാ മരിച്ചത്? അത് ഇച്ചിരി കുടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചെല്ലുമ്പോൾ ഹോളിൽ വീണെടുക്കായിരുന്നു. ഹാർട്ട് അറ്റാക്ക് ആണെന്നാണ് തോന്നുന്നത്. ഡോക്ടർ പറഞ്ഞ? അത് സാറാമകൃഷ്ണൻ അങ്ങനെയാണ് പറഞ്ഞത്. എന്നിട്ട് അവരെന്നോട് അങ്ങനെയല്ല പറഞ്ഞ? അത് അവർ ഡോക്ടറെ കണ്ടിട്ട് നാളെ എഴുതരാന്നാണ് പറഞ്ഞേക്കുന്നത്. ചെല്ലിയല്ലോ, അവിടെ ആ കുഴി വെട്ടുന്നിടത്ത് കാണും കപ്പേര്. അവിടെ ചെന്ന് കണ്ടാൽ ശരി അച്ഛോ. സാറേ, ആ വാവച്ച മേസിൻ്റെ അടുത്ത് പോയിരുന്ന? എന്താണ് സാറേ, ഞാൻ ഇന്നലെ രാത്രി തന്നെ വിളിച്ച് പറഞ്ഞതല്ലേ. പിന്നെന്താണ് അയങ്ങി ചെയ്യും? പാതിരിയാണ്ടവനെ കിട്ടി പോലീസാക്കി എങ്ങനെ ഇരിക്കും? അച്ഛോ, അച്ഛോ, എവിടെ പോയി എട്ടി വീണെടുക്കണേ കപ്പേരേ? മഴത്ത് ഓരോ വട്ടി കാണില്ല. എടാ മതിക്കെ, ശവം കുളിപ്പിച്ച് പന്തലി കിടത്തണ്ടേ? സാധാരണ ശവം കുളിപ്പിക്കണ കാണാത്ത മണോളല്ലേ, അയാളെ തന്നെ വിളിച്ചാ പോരെ? മണുവേട് ചിക്കനടിച്ചെടുക്കണ്, വേറെ ആരും നോക്കണ നല്ലത്. എടാ, നിങ്ങൾക്ക് എതിർപ്പില്ലെങ്കിൽ ഞാൻ റെഡിയാണ് കുളിപ്പിക്കാൻ. എന്റെ എതിർപ്പ് നിങ്ങൾ ഇങ്ങനെ വന്നേനെ. പെണ്ണുങ്ങൾ അങ്ങോട്ട് പുറത്തോട്ട് നിന്നുണ്ട്, അപ്പുറത്തോട്ട് നിൽക്കും. ശവം കുളിപ്പിച്ച് പന്തലി കിടത്തണ്ടേ? വേലാച്ച നീ ഇങ്ങോട്ട് പോടാ. നീ ഇങ്ങോട്ട് വന്ന് തലക്ക് പിടിക്കുന്നത് മതിക്ക. നീ കാലെ പിടിക്കണം. പിടിച്ചോ, എന്നാ പൊടിക്കോ പൊടിക്കോ. അപ്പാ, നാട്ടുകാരെല്ലാരും വന്നിട്ടുണ്ടപ്പാ. അപ്പനെ കുളിപ്പിക്കാൻ പോയേ, അപ്പനെ കുളിപ്പിക്കാൻ ഉണ്ടായേക്കാണേ. അപ്പാ, എന്റെ പൊന്നെ. അപ്പാ, ഞങ്ങൾ ഇട്ടു പോയണ. അപ്പാ, അപ്പൻ ഒരുങ്ങാൻ പോയണ. അപ്പാ, എന്റെ അപ്പ, എന്റെ മക്കളിട്ടു പോയണ. അപ്പാ, അങ്ങാട്ട് നീങ്ങണ ആൾക്കാർക്ക് പോണ്ടേ?
തീർന്നിട്ടാ മരിച്ചിട്ട് കുറെ നേരമായെന്ന് തോന്നണം. അയാളുടെ വീട്ടിലൊന്നും അറിയിച്ചേ. അയാൾ വീട്ടിൽ പോകാറില്ലോ, വീട്ടിൽ വഴക്കാണ്. അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല, അറിയിച്ച കേട്ടോ. നമുക്ക് ആ വാവച്ചനാശാന്റെ അടുത്ത് വരെ ഒന്ന് പോവാം. കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും, നിന്നിഴൽ മാത്രം വരും. സുഖമൊരു നാൾ വരും ഇരുന്നുകാരൻ, ദുഃഖമോ പിരിയാത്ത സ്വന്തക്കാരൻ. ആര് കൊണ്ടുപോകാനാണ്? താഴ്ത്തു നോക്കുന്നു. അതേ കളിക്കണ്. കിട്ടി 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 കിട്ടി. അതാണല്ലോ പ്രദീപ പറഞ്ഞേ. ഞാൻ സമയം അറിഞ്ഞിട്ട് അറിയിക്കാന്ന് പറഞ്ഞല്ലോ. ഞാൻ അറിയിക്കാന്ന് പറഞ്ഞില്ലടോ. ആകെ പ്രശ്നമായി. ആ പട്ടണത്തിൽക്കാരൊന്നുണ്ട്. ആരാണോ അവരെയൊക്കെ വിളിച്ചറിയില്ല. ആരും വിളിച്ചു പറഞ്ഞുണ്ട്. അല്ല നീ നിന്നെ അലമ്പാക്കല്ലേ നമ്മുടെ ശവടത്തിൽ എന്താണ് ആരാണെന്ന് അതെ ഈ കിടക്കണത് എന്റെ അപ്പനും കൂടെയാണ്. തൊട്ട് കഴിഞ്ഞാൽ കൊല്ലും വന്നേനെ.
ചെല്ലാനത്തൊന്നും കളിക്കാൻ നിൽക്കല്ലേ. വെട്ടണം കയ്യാനോട് തിരിച്ചു പോകില്ല. കേട്ടോ തല അടിച്ചു പൊളിച്ച് നിങ്ങളാരാണ്? ഞങ്ങൾ വട്ടാരത്തുറത്ത് ഈ നിൽക്കണ ഞങ്ങളുടെ പെങ്ങളാണ് ബാർബര. എവിടെയാണ്? ഇതാണ് PS. ആ ചത്തുകിടക്കാളുടെ മകനാണിത്. ചെന്ന് നോക്കച്ചോ, തലവലി പൊടിച്ചിട്ടേക്കാണ് ഇവന്റെ അപ്പന്റെ. ഇത് നടക്കേലോ. പോലീസ് വരണം, എന്നിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യണം, അല്ലാണ്ട് പള്ളിയിൽ നടക്കൂല. പുള്ളി കള്ളുടിച്ച താഴെ വീണ് തലപൊട്ടിയതാണ്. തെളിയിക്കാൻ പറ്റുമോ? ഇല്ലച്ചോ, അത് പുള്ളി തെളിയിക്കാൻ പറ്റൂല. പിന്നീട് കേസായാലേ മെമ്പർ കൂട്ടിയാ കൂടൂല, അത്രേ ഉള്ളൂ. അതല്ല, ഇത് വേറൊന്നല്ല, പുള്ളി ചുമ്മാ വീണതല്ലേ. പരാതിക്കാരുണ്ടെന്ന് ആർക്കാണ് പരാതി? എന്നാ നിന്റെ അപ്പനോടെ കിടക്കത്തേ ഉള്ളൂ. പള്ളിയിലെടുക്കാൻ പറ്റിയല്ല. നീ വിചാരിച്ച പള്ളിയിൽ ഈ പള്ളിയിലത്തെ തല്ലിയല്ലേ നിന്റെ അപ്പനെ ഞാൻ ജീവിച്ചിരിക്കുമ്പോ കൂടി നടക്കുകയല്ല. കണ്ടോ നീ എന്താണോ നോക്കിക്കുന്നത്? ഞങ്ങൾ പറയണത് എന്ത് പരിപാടിയാണ് കാണിച്ചത്? എന്താണിത്? ആ മാധവ് സാറേ, ഇത് എപ്പോഴാണ് എത്ര പ്രാവശ്യമായിട്ട് വിളിക്കുന്നത്? ഇനി കാര്യമൊന്നുമില്ല. എന്നിട്ട് അവിടെ മൊത്തം കൊളായി കിടക്കാണ്. ഇന്നലെ തന്നെ ചെല്ലേണ്ടതല്ലായിരുന്നോ? മൊത്തം സാറിന്റെ കുഴപ്പം തന്നെയാണ്. ആ എന്നാ ചെന്ന് നോക്ക്. അല്ല പിന്നെ അച്ചോ, ഇത് നമ്മുടെ കുഴിവെട്ട് സൈമന്റെ മകനാണ്. അപ്പന്റെ ചവടക്കിന്റെ കാര്യം പറയാൻ വന്നോ. ആൾക്കാരൊക്കെ വന്നോ? വന്നിട്ടുണ്ടോ? ഒരു 4 മണിക്ക് വെക്കുന്ന. അല്ലച്ചോ, അപ്പൊ ബാവച്ചന്റെ അച്ചോ. അപ്പൊ സൈമന്റ് വേറെ കുഴി വെട്ടട്ടെ? വേണ്ട, അയാള് കുഴിച്ച കുഴിയിലോട്ടെ അയാള് തന്നെ പോട്ടെ. മൊത്തം കളിയല്ല. കലങ്ങട്ടെന്നേ. കലങ്ങും. ആദ്യം കലങ്ങും, പിന്നെ തെളിയും, പിന്നെയും കലങ്ങും. അച്ഛനിറങ്ങാറായ അച്ചോ, എങ്ങനെയെങ്കിലും അതൊന്ന്
അച്ഛോ എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തരണം അച്ഛോ. നിങ്ങൾ നിന്നിട്ട് ഒരു കാര്യമില്ല. ഇനി മാർപ്പാപ്പ വന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ പോലും ഉണ്ടല്ലോ, വാവച്ചന്റെ ശവം ഈ കുഴിയിൽ ഇറക്കൂല. അച്ഛോ അങ്ങനെ പറയല്ലോ അച്ഛോ. അവനൊരു അബദ്ധം പറ്റിപ്പോയതാണ് അച്ഛോ. അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തതല്ലല്ലോ അച്ഛോ. അവന് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അച്ഛനെ അറിയാവുന്നല്ലോ അച്ഛോ. അവനൊരു പാവമാണ് അച്ഛോ. അങ്ങനെ പറയല്ലോ അച്ഛോ. അയ്യപ്പ, ഇപ്പൊ ഞാൻ സിയോട് കാര്യം വിളിച്ച് പറഞ്ഞു. കൂടുതൽ കളിച്ചു വെച്ചാണ്ടല്ലോ ഞാൻ കമ്മീഷനെ വിളിച്ച് പറയും. പിന്നെ എന്താണ്ടാന്ന് അറിയാലോ. അച്ഛോ അങ്ങനെ പറയല്ലോ അച്ഛോ. നീ എന്ത് ചെയ്യോടാ മെമ്പറേ? ഇനി ഒറ്റ കാര്യമുള്ളൂ, നേരെ ഒന്ന് സിയുടെ കാലിലേക്ക് ഒരു അറ്റ വീഴ്ച. നിങ്ങൾ വീട്ടിലായിട്ട് പോയിക്കോ, ഞാൻ ഇപ്പൊ വരാം. സിയുടെ അടുത്തേക്ക് പോണം. ഈ കാലമാരോട് നിർത്താൻ പറയണ്ട. നിർത്തിട്ട് ഇറങ്ങി പോയാ അവന്റെ കോപ്പിലൊരു കൊളുത്ത് ഒന്നും കൊയ്ക്കണ്ടേ തിരിഞ്ഞോക്കാണ്ട് പോണം. അടുത്തത് എന്തെങ്കിലും എടുത്ത് ചോർച്ചെടുത്താനായിട്ട്. എന്തെങ്കിലും ചെയ്യുമോനെ? ചേച്ചി സാറൊക്കെ പോയി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സർക്കാരൊക്കെ കേസുകൾ മൊത്തം തോക്കുള്ളൂ. ഉറപ്പാണ്. രാജപ്രസാദൊക്കെ ഞാൻ അപ്പനെ പോലെ സ്ഥാനമാണ് മനസ്സിൽ കൊടുത്തത്. ആ രാജപ്രസാദിന്റെ ഒരു സുഹൃത്ത്, ഞങ്ങളുടെയൊക്കെ സുഹൃത്ത് നമ്മുടെ അയ്യപ്പൻ വന്നിട്ടുണ്ട്, മെമ്പർ. അയ്യപ്പൻ വന്നടാ. അയ്യപ്പനെ പോലീസുകാരുടെ പോലീസുകാരൻ കൂടുതൽ ആളാണ്. അയ്യപ്പൻ വന്നടാ. ഇത് രണ്ടു വാക്ക് പറഞ്ഞു പോന്നേ. വന്നേ അതെ നീ വന്നേ. സാർ ഒരു മിനിറ്റ്. എന്താ? നമ്മുടെ ആശാൻ വീടിന്റെ തല ഒന്ന് ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നേ. ഇപ്പൊ പുള്ളിയുടെ രണ്ടാമത്തെ ഭാര്യയും കുടുംബം വന്നിട്ട് ആകെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കണേ. സാർ വന്നിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തു. അതൊക്കെ പള്ളിയിലെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞാണ്. അത് വരാം. ഈ രണ്ടു പേർക്ക് സംസാരിക്കേ. ഈ സമയത്ത് പറ്റില്ലേ പിന്നെ അവിടെ ഒന്ന് കാര്യങ്ങൾ ഉള്ളാക്കണോ? സംസാരിച്ചേ വേണ്ട സാർ, സംസാരിക്കണോ? രണ്ടു വാക്കിന്റെ കേസിലേ ഉള്ളൂ. എല്ലാവരും ഒരു ദിവസം പിരിഞ്ഞു പോകും. അപ്പോൾ ബാക്കിയുള്ള നമ്മളെല്ലാവരും കൂടി അവർക്കൊരു നല്ലൊരു യാത്രയയപ്പ് കൊടുക്കണമല്ലോ. അങ്ങനെയൊക്കെ അല്ലേ? ഇല്ലെങ്കിൽ പിന്നെ നമ്മളെന്തിനാ മനുഷ്യനെന്നൊക്കെ പറഞ്ഞ് ജീവിക്കണത്? എനിക്കൊന്നും പറയാൻ പറ്റില്ല സാർ. കാര്യം പറ. ഒന്നുമില്ല സാർ. അയ്യപ്പാ ഞാൻ പറയണക്ക് വീട് സാറേ. ഒരുമിച്ച് പോന്ന് വേണ്ട അയ്യപ്പ നിന്നേ. നമുക്കൊക്കെ ഒരു ആവശ്യം വരുമ്പല്ലേ സാറേ സാറിനെയൊക്കെ കാണാൻ വന്നെ. അല്ലെങ്കിൽ പോലീസുകാരെന്നൊക്കെ പറഞ്ഞ എന്തിനാണ്? സാറിന് പറ്റിക്കൊന്ന് സഹായം. പോവാന്ന് പറഞ്ഞില്ലേ? പോവാ, ഒരുമിച്ച് പോവാ, കേറ്. ഈ സഹോദരന് ഈ യാത്രയിലുണ്ടാകുവാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഈ സഹോദരന് സാധ്യമാകണമേ. ഇറങ്ങിയോ? വേഗം മണ്ണ് വെട്ടിട്ടോ, കുഴിയിൽ വെള്ളം കയറും. വേഗം വെട്ടിട്ടോ, വെട്ടിയിട്ട്. എത്ര പേരെ മണ്ണിട്ട് കൂടിയ മനുഷ്യനാ അങ്ങനെ കുഴിയിൽ ഭയങ്കര വെള്ളവും.
നീ എന്താണ് ചെയ്യണത്? പള്ളിയിൽ കുളിച്ചിടാൻ നടക്കില്ല. വികാരിയച്ഛൻ ഭയങ്കര വാശിയില്ല. വികാരിയച്ഛൻ തൊട്ടൊക്കെ അടുക്കാൻ സാറേ ഇതാണ് ഈശി. പള്ളിയിൽ നിന്ന് അച്ഛൻ പറഞ്ഞിട്ട് വന്നാൽ ഒരു കംപ്ലൈന്റ് ഇട്ടുണ്ട്, നോക്കാതിരിക്കാൻ പറ്റില്ല. ഡോക്ടർ കൂടിയുന്നു. ഈശി ചേഞ്ച് വല്ലതും ഉണ്ടോ? എന്താ കേസാക്കാൻ പോകണോ? ഡോക്ടർ ശവം നോക്കിയിരുന്നോ? പിന്നെ വാവച്ചനെ പേഷ്യന്റ് അല്ലേ, വെളുപ്പിനൊന്ന് നോക്കിയിട്ട് പോയതാ. ബൈപ്പാസ് സർജറി ഉടനെ നടത്തി, അല്ലെങ്കിൽ കാര്യങ്ങൾ കുഴപ്പമാവുന്ന 2 മാസം മുമ്പ് ഞാൻ പറഞ്ഞതാ. കൂട്ടാക്കിയില്ല, പറഞ്ഞിട്ട് കാര്യമില്ലെന്നേ. അയാള് നേരമായി. അപ്പൊ ഈ മുറിവോ? തല തറയിലടിച്ചു വല്ലതും വീണതായിരിക്കും. മുറിവിന് വലിയ ആഴമൊന്നുമില്ല. രാവിലെ എസ് നോക്കിയപ്പോ ഇതന്നെ പറഞ്ഞ. പിന്നെ പള്ളിയിൽ അച്ഛനാണല്ലോ കേസ് എടുക്കണമെന്ന് നിർബന്ധം. അതെ, ആ അച്ഛന്റെ ഇയാടെയും കുപ്പായും അങ്ങും വച്ചു മാറേണ്ടതാ. സാറേ എന്താ? അതെ, ചവടക്ക് നടക്കില്ല. അതൊന്നും ഞാൻ കൂട്ടി കൂടുന്ന കാര്യമില്ല അയ്യപ്പ. അയ്യോ സാറേ, എന്തെങ്കിലും ഒന്ന് നീ വന്നേ പറയട്ടെ. അങ്ങനെ പറയില്ല സാർ. സാറേ ആരേലും വിളിച്ചു പറഞ്ഞിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യും. അതെ, ഈ സമയത്ത് നിങ്ങളെ വികാരിച്ചൊന്ന് കണ്ട് നേരിട്ട് പറഞ്ഞു നോക്ക്. ഞാൻ വിളിക്കാം. ആ കൊട കാണിക്കണോ? നമുക്ക് ശരിയാക്കാൻ ലോൺ ചേട്ടൻ 5,000 രൂപ കുറച്ച് 45,000 രൂപ പറഞ്ഞിട്ട് 40,000 തന്നല്ല. ലൈൻമാൻ അടിക്കുന്ന കാര്യം പിന്നില്ലായിരുന്നു. ഞാൻ പറഞ്ഞു അവനങ്ങളെ ഹെൽപ്പ് ചെയ്താണ് രാത്രി. അതാണ്. പിന്നെ ഫസ്റ്റ് ക്ലാസ് കണ്ണൊക്കെ ഉള്ള കെമറ്റൻ ചവർക്ക് എന്താ നീ കാണിക്കണം? ആൾക്കാർ വന്നിട്ട് നീ എന്താ നീ കാണിക്കണം? അപ്പൻ്റെ ഷവർക്ക് എടുക്കണ്ടോ? നിങ്ങൾ മാറി സ്വർണ്ണ കുറിച്ച് ഷവർക്ക് കൊടുക്കാതെ ഞാൻ സമയത്ത് അപ്പനെ കുളിച്ചിട്ടുണ്ടേടി. അമ്മ അപ്പനെ കുളി എടുക്കണമെന്നാണെന്ന്
ആ ഡോക്ടർ പറഞ്ഞു. ആ എന്തായാലും സരേഷം കൊടുക്കാണ്ട് പറ്റില്ല കേട്ടോ. ആ പെട്ടെന്ന് ആയിക്കോട്ടെ. പെട്ടെന്ന് വാ. അതേ തന്നെയാണ്. അങ്ങാട് ചെല്ലേ. എന്താണ് ഈ കാണിക്കണത്? വെറുതെ ആരെങ്കിലും ഒന്ന് പിടിച്ച് മാറ്റണം. അവര് നഷ്ടപ്രാന്തകളിലേക്ക് കാണിക്കണമെന്നില്ല. മുത്താനുള്ളവരൊക്കെ മുത്തിക്കോട്ടോ. ഞാനെന്റെ അപ്പനെ എടുക്കാൻ പോവാണ്. ഫസ്റ്റ് ക്ലാസ് ശവപ്പെട്ടി, 1ാം ക്ലാസ് ബാൻഡ് സെറ്റ്, വെള്ളിക്കുരിശും തോച്ചക്കാലം പിടിച്ച് 10 ദർശനക്കാര്, മെത്രാനച്ഛൻ്റെ ആശീർവാദം. ഞാൻ വാക്കുന്നല്ലപ്പാ, എന്നെ കൊണ്ടൊന്നും പറ്റില്ലപ്പാ. അപ്പാ Thank you.